ചേട്ടാ സിക്കോയല്ലേ? അതെ. ഞങ്ങള് പണ്ടൂസ് ബ്ലോഗിന്ന് യൂട്യൂബ് ചാനലിൽ നിന്ന് വരികയാണ്. ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നതാ. ഫുട്ബോൾ 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 നാട്ടിലെങ്ങും വേൾഡ് കപ്പിന്റെ ആഘോഷമായി നിൽക്കുന്ന സമയത്ത് മെസ്സിയുടെ ഡൈ ഹാർഡ് ഫാൻ, കട്ട ഫാനായ മെസ്സി കോയ എന്നറിയപ്പെടുന്ന കോയക്കെ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. കോയക്ക, മെസ്സിയുടെ ഫാന് എന്നുള്ള നിലയിൽ ഈ മെസ്സി കോയ എന്നുള്ള പേര് സന്തോഷമാണോ അഭിമാനമാണോ, എങ്ങനെയാണ് ഇക്കയ്ക്ക് തോന്നുന്നത്? അത് പറയാനില്ലോ. ഞാൻ ഒരു കാര്യം പറട്ടെ, മെസ്സിയുടെ പേര് ആരുടെ പേരിന്റെ ഇരട്ടാലും അത് സന്തോഷം തന്നെയാണ്. പിന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കുട്ടി എന്ന് പറഞ്ഞാല് എന്റെ കൂടപ്പിറപ്പാണ്. ഞാൻ എന്റെ ഉമ്മ പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. എന്റെ കൂടപ്പിറപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രക്ക് ജീവനാണ് ഈ ഇക്കടെ ഈ വായിൽ നിന്നുള്ള ഈ ഇക്കടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇക്ക എത്രത്തോളം ഒരു ഫാനാണെന്ന്. അപ്പൊ ഇതുവരെയുള്ള മെസ്സിയുടെ ഒരു വളർച്ചയെ പറ്റിയും അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈലിനെ പറ്റിയൊക്കെ ഇക്കയ്ക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ഇതൊരു തരംഗാണ്. എന്താ വെച്ചാല് ഇപ്പൊ മെസ്സിനെ സംബന്ധിച്ചിടത്തോളം മെസ്സിയുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാല് ഓനിക്ക് ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു ഫുട്ബോൾ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളൊന്നല്ല. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഇപ്പൊ എന്റെ കുട്ടിക്കാലത്ത് തന്നെ മെസ്സി മോന് ശരിക്കും പറഞ്ഞ ഓനിക്ക് ഈ ഹോർമോണിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വളർച്ചയുടെ ഹോർമോൺ ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു. ആ ആള് അതായത് 2 കോടിയിൽ ഒരാൾക്ക് വരുന്ന അസുഖമാണ്. അങ്ങനത്തെ ഒരാള് ഫൈറ്റ് ചെയ്തിട്ട് ജീവിതത്തിനോട് ഫൈറ്റ് ചെയ്തിട്ട് ഈ ഒരു കായിക രംഗത്ത് വന്നിട്ട് ഫുട്ബോൾ പ്രേമികളുടെ 2 കോടിയല്ല എത്രയോ കോടി ജനങ്ങളുടെ ആരാധകനായി മാറിയൊക്കെയാണ്. ഇത് അങ്ങനത്തെ ഒരു പ്രതിഭാസാണെന്ന് വേണമെങ്കിൽ പറയാം. മെസ്സി എന്ന് പറഞ്ഞാല് അവര് നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അർജന്റീന എന്ന് പറഞ്ഞ തന്നെ നമ്മള് കാണുന്നോടത്തൊക്കെ ഇപ്പൊ നമ്മുടെ ഇവിടെ ബീവറേജിലെ ആള് നിൽക്കണ മറ്റേ അവസ്ഥ അല്ല. അവിടെ ആൾക്കാർ നിൽക്കേണ്ടി അത് പന്തുകളിയിലാണ്. മനസ്സിലായോ? അതിപ്പോ അവർക്ക് കളിക്കാൻ പന്ത് തന്നെ വേണമെന്നില്ല. വെറുതെ ഒരു ഐസ്ക്രീം ഇതിന്റെ ഒരു ബോൾ കിട്ടിയാലും അത് തട്ടി കളിച്ചിട്ട് അവര് അത് ഫുട്ബോൾ ആക്കും. അത് അങ്ങനത്തെ അത്രക്ക് ആവേശമുള്ള ഒരു നാടാണ്. പിന്നെ ഇപ്പൊ ഈ ലോകകപ്പിൽ എന്റെ കുട്ടി വിരമിക്കാൻ പോവാണ്. ലോകകപ്പ് നല്ല ക്ലബിൽ പോകാൻ കളിക്കും. അതൊരു പ്രശ്നമല്ലല്ലോ. നമ്മുടെ ഇന്ത്യ എപ്പോഴെങ്കിലും വേൾഡ് കപ്പ് കളിക്കും. അതൊരു 25 വർഷത്തേക്ക് നോക്കണ്ട. അത് നടക്കണ കാര്യമല്ല. അതെന്ന് പറഞ്ഞാലേ ഫുട്ബോൾ കളി അത് വേറൊരു സംഭവമാണ്. ഇത്ര അധികം ആവേശമുള്ള ആൾക്കാര് നമ്മുടെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇത്ര അധികം ആൾക്കാർ അപ്പൊ നമ്മളിപ്പോ മറ്റേ ലോക ഫുട്ബോൾ താരങ്ങളിലൊക്കെ എത്ര അധികം ആവേശത്തോടെ കൊണ്ടു നടക്കണ ഇന്ത്യയില് 11 ആൾക്കാരങ്ങനെ ഓടി കളിക്കാൻ കിട്ടാല്ല പറഞ്ഞാല് അത് ഇക്ക് തോന്നുന്നില്ല ഇവിടെ കളിക്കാരില്ലാണ്ടാന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തെരഞ്ഞെടുക്കണ ആൾക്കാരുടെ കുറവാന്നൊക്കെ മനസ്സിലാവുന്നത്. ക്രിക്കറ്റ് കളിന് ശരി അത് പറ്റും. അത് കാരണം എന്താ വെച്ചാൽ അത് വളർത്തും അതിനെ. ക്രിക്കറ്റ് കളിനെ നന്നായി പ്രോത്സാഹിക്കും. ഇഷ്ടംപോലെ പരസ്യം കിട്ടുമല്ലോ. ഓരോ 6 അടിക്കുമ്പോഴും പരസ്യം കാണിക്കാമല്ലോ. ഇതിലത് പറ്റൂല. ഇതിനെ നന്നായിട്ട് ആവേശത്തോടുകൂടി കളിക്കാൻ നല്ല ഊർജം വേണം ശരീരത്തിനെ. അപ്പൊ അങ്ങനെ വളർത്തിയെടുക്കുകയാണ് ഇപ്പൊ ഓരോ രാജ്യങ്ങളും ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുകയാണ്. ഇന്ത്യക്ക് അതെന്താ അറിയില്ല, അതിൽ ശ്രദ്ധ പോരാ. കാരണം അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി പോരാ. ഇപ്പൊ നമ്മുടെ ഇവിടെ 4 മണി ചായക്ക് പപ്സാണ് വെച്ചെങ്കിൽ അതിന്റെ കോഴിമുട്ട എടുത്തിട്ട് പിറ്റേന്ന് കാലത്ത് കൊടുക്കാൻ പറ്റുമോ നോക്കും. അങ്ങനെ പിശുക്കിയിട്ട് കാര്യമില്ല. നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം, അതേമാതിരി അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൊടുക്കണം. അതെല്ലാം പ്രോട്ടീൻസും മിനറൽസും ഒക്കെ നിങ്ങൾ പറഞ്ഞ മാതിരി ഒക്കെ കൊടുത്ത് അവരെ പടക്കുതിരകളെ പോലെ വളർത്തിയെടുക്കാനുള്ള ഒരു ഇത് ഇന്ത്യ കാണിക്കണം. അപ്പൊ വരും ലോകകപ്പിൽ കളിക്കാര്. ഈ വേൾഡ് കപ്പ് ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുന്ന സമയത്ത് അടുത്ത അർജന്റീന ഓസ്ട്രേലിയ കളിയെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? ഇപ്പോ പ്രീ ക്വാർട്ടറിൽ നമ്മൾ കളി ജയിക്കോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് സംശയമില്ല. അത് ജയിച്ചു കഴിഞ്ഞ്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനലിൽ കപ്പ് എടുക്കണതിനെ കുറിച്ചിട്ടുള്ള ഒരു ആലോചനയിലാണ് ശരിക്കും അർജന്റീന. അതിനാണ് സംഭവിക്കുക. മെസ്സിയുള്ളിടത്തോളം കാലം പിന്നെ അർജന്റീനയ്ക്ക് ഒന്നും പേടിക്കാനില്ല. ഒന്നും പേടിക്കാതെ എന്താ പേടിക്കാനുള്ളത്? മുത്ത് കളിക്കല്ലേ. അപ്പൊ ഈ കളിയോട് കൂടെ അത് എന്താണ് അർജന്റീന എന്ന് വ്യക്താക്കിയിട്ടാണ് എന്റെ മോനെ ഇറങ്ങുള്ളൂ. എന്റെ കുട്ടി വിരമിച്ചാലും അതെന്താന്ന് വ്യക്താക്കിയിട്ടാണ്. ഇതണ്ട ഈ ബോള് അത് ഓന്റെ കാലും ഒട്ടി പിടിച്ചിട്ട് ഇരിക്കാന്നാ പറഞ്ഞത്. അത് സംശയമില്ല.
കോയ അവിടെ ഒരാള് വന്നിക്കണ്. ആരാ? അന്റെ അമ്മോച്ചൻ. ആ നിങ്ങളെപ്പോഴാ വന്ന്? ഞാൻ കുറച്ചേരായി വന്നിക്കണ്. ഞാൻ കണ്ടില്ല. നിങ്ങളകത്ത് കയറി കുത്തിരിക്കി. സൂറാ സൂറാ ഇവിടെ വന്നാ. എന്താ ഈ ഇത്ര പെട്ടെന്ന് വരാൻ പറഞ്ഞു? കണ്ടില്ലേ 24 മണിക്കൂർ കളി തന്നെ. ആ ഫുട്ബോൾ തുടങ്ങിയ പിന്നെ എനിക്ക് ഒരു സമാധാനമില്ല പാപ്പ. എന്റെ ഓരോ കാര്യം നോക്കാനും മൂപ്പർക്ക് സമയമല്ല. എന്തിനാ പറയണ, എനിക്കാണെങ്കിൽ ഇപ്പൊ എരിവൊന്നും അത്രക്ക് കഴിക്കാൻ പറ്റണില്ല. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി തരാൻ വേണ്ടി എത്ര ദിവസം അറിയാം, ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. എന്തിനാ ആ മുറിയിൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ വെച്ചിരുന്നില്ലേ, അത് മാറ്റിയിട്ട് ഏതോ കളിക്കാരന്റെ ഫോട്ടോ വെച്ചിരിക്കുക. ഇതൊക്കെ പോട്ടെ, എന്തച്ച മൂപ്പരായിക്കോട്ടെ, എനിക്കൊരു സമാധാനം തന്നൂടെ? ഞാൻ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ എന്നെ വിളിച്ചെണീപ്പിച്ച് ഫുട്ബോൾ കളി കാണിക്ക. നിർബന്ധിച്ച് ഇരുത്താണ് വാപ്പ. ഇപ്പോഴേ ഞാൻ കണ്ടാലേ കുത്തി കളിക്കാരനാവുള്ളൂ. എന്താ നോക്കേ, ഒരു തട്ടാണ് തട്ടി ഞാട്ടോ. എവിടുക്കാ തട്ടിയെന്നുണ്ടോ ഇപ്പോ? ഓളെ വയറ്റത്ത് ഒരു കുട്ടിയുണ്ട്, അത് കണ്ടിക്കണോ? ഈ വയറ്റത്തൊന്നും ഞാൻ തട്ടിയില്ല. വയറ്റത്തേക്കാണ് ബോള് വന്നത്, ഞാൻ കണ്ടിക്കണ്. ഇങ്ങോട്ട് ബോള് വരുന്നേ. നിങ്ങൾ നന്നായി വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ കളിച്ചിരുന്നൂല്ലേ, എന്നിട്ട് പിന്നെ കുറ്റം പറയാ? എന്റെ സ്വഭാവം വളരെ മോശമാണ് കേട്ടോ. അന്നെ വിശ്വസിച്ചിട്ടാണ് അന്റെ കൈമേലേക്ക് എന്റെ മോളെ ഞാൻ തന്നത്, അതറിയാലോ എനിക്ക്. അതിപ്പോ എന്ത് കുഴപ്പമുണ്ടായത്? ഓളെ കെട്ടിയിട്ട് ഞാൻ എന്താ നാട് വിട്ടോ? എന്താ പറയിപ്പിക്കണ്ട. എന്താ വാപ്പ നിങ്ങക്ക്? നിങ്ങള് വെറുതെ പൂർണ്ണ ഗർഭിണിയായിട്ട് നിൽക്കാണ്. ആ സമയത്ത് അതിന് ഇത്തിരി അപ്പഴോ മുന്തിരി മേടിച്ചു കൊടുക്കാൻ നമുക്ക് തോന്നിയില്ലോ? ആയിക്കോട്ടെ, ഗർഭിണിയായിട്ട് നിൽക്കണ നല്ലല്ലേ? എന്താണ്, ലോകകപ്പ് ടൂർണമെന്റ് നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് ജനങ്ങൾ മുഴുവൻ ആരോഗ്യത്തിൽ നിൽക്കുമ്പോ എന്റെ മോനെ അങ്ങോട്ട് പ്രസവിച്ചാലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. അല്ല, കുട്ടീനെ പ്രസവിക്കണമെങ്കിൽ ഓക്ക് ആരോഗ്യമാണോ? അതിന് ഓള് നല്ല എന്തെങ്കിലും കഴിക്കണം. ഓക്ക് ആപ്പിളോ മുന്തിരി എന്തെങ്കിലും പൈകൾ ഈ മേടിച്ചു കൊടുക്കുന്നുണ്ടോ അവിടെ? അനക്ക് ആപ്പിൾ മുന്തിരി വേണം പറഞ്ഞ ഈ എത്ര ദിവസം നിങ്ങളോട് പറഞ്ഞിട്ട്? അതൊക്കെ ഒന്ന് മറന്നേന് ഈ പാപ്പാനെ വിളിച്ചടുത്തേക്ക് അവിടെ. എന്നിപ്പോ ഞാൻ മറന്നു, നിങ്ങൾക്ക് പറഞ്ഞ വഴിക്കത്തിൽ ഒഴിക്കാറുന്നില്ല. അത് ശരി. വേറൊരു കാര്യം, അകത്തുള്ള ഫോട്ടോ മാറ്റിയിട്ട് ഈ വേറെ എന്തോ ചെങ്ങായിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന പറഞ്ഞ അതാരാത്? വേറെ ചെങ്ങായിന്റെ ഫോട്ടോ? പിന്നെ ആരാത്? മേസിയുടെ ഫോട്ടോടായി. എന്തേ മേഴ്സിയോ? മേഴ്സി അല്ല, മേസി. എന്താ ഈ പറഞ്ഞ? ഒന്നാം തരം ഒരു കളിക്കാരന്റെ പേരും കൂടി പറയാ തങ്ങളെ പിന്നെ കളിയാക്കണേ. എന്തെങ്കിലും പറയണേ? ഈ മേഴ്സി ഇപ്പൊ എന്റെ കുട്ടിയാ? മേഴ്സി അല്ലാന്നേ, മേസിയാണ്. അത് എന്റെ കുട്ടിയാണോ? അപ്പൊ എന്റെ കുട്ടി തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഇറക്കാൻ പോണതോ? നിങ്ങളോടൊന്ന് പറഞ്ഞാ മനസ്സിലാവില്ല. അത് ചങ്കാണ്. ഹറാമാ അത് കേട്ടോ. എന്ത് ഫുട്ബോൾ കളിയാ? ആ കളി നമുക്ക് ഹറാമാ. ഈ ട്രൗസർ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുണ്ടന്മാർ ഓടി കളിക്കുന്ന കളിയൊന്നല്ല കളിക്കല് നാട്ടിൽ. ഇന്നത്തെ ജീൻസ് ഇട്ടിട്ട് വന്ന് കളിക്കാൻ പറ്റുമോ? അത് അവസരം കണ്ട് ജിന്നൊക്കെ നോക്ക് ഇങ്ങോട്ട് വല്ലാണ്ട് വർത്താനം പറയണ്ടാക്കി. എന്തിപ്പോ നിങ്ങളുടെ അടുത്ത് പറയണ കാര്യങ്ങൾക്കൊക്കെ നിങ്ങള് സമ്മതിക്കൂല. പിന്നെ വെറുതെ പള്ളി പോക്കണ്ടെങ്കി ഉണ്ടോ? നിസ്കരിക്കലുണ്ടോ സമയത്തിന്? ഇത് പിന്നെ പള്ളി പോകാണ്ട് പിന്നെ പള്ളി ഇങ്ങോട്ട് വരുമോ? ഞാൻ അങ്ങോട്ട് തന്നെ പോകണ്ടേ? പള്ളി പോകണ്ട സൂറ? ഒന്നും പോണില്ല. ഫുട്ബോൾ കളി എന്നോ തുടങ്ങി അന്നോട്ട് ഇതിന്റെ ഉള്ളിൽ കുത്തിയിരിക്കുകയാണ്. പള്ളിയില്ല, നിസ്കാരമില്ല, എന്തിന് ജീവിക്കാട്ടാ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട്? പണിക്ക് പോകണ്ട ഈ കാര്യമായിട്ട് ഇവിടെ ഉണ്ടോ? അനക്ക് ആരും ഇവിടെ കൊണ്ടുതരുമോ വരെയൊക്കെയുള്ള? ഇത് 4 വർഷം കൂടുമ്പോഴുള്ള ഒരു കളിയാണ്. എത്ര മുടക്കിട്ട് കൂലി പണിക്ക് പോകാനൊന്നും നിന്നെ കൊണ്ട് പറ്റൂല. ഉള്ള കാര്യങ്ങൾ ഈ 1 മാസം കഴിയാനുള്ള എനിക്ക് ആരും കൊണ്ടുതരൂ ഈ വേൾഡ് കപ്പ് കഴിയണ വരെയുള്ളത്? ഉള്ളോണ്ടൊക്കെ കഴിയും. അങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലത്തും ആൾക്കാർ. ദാരിദ്ര്യമുള്ള സ്ഥലത്തു നിന്നാണ് പന്ത് കളിക്കാനായിട്ട് ആൾക്കാർ ലോകത്തിന്റെ സകല സ്ഥലത്തുനിന്നും വരുന്നത്. ഇപ്പൊ അതിന്റെ ഇടയിൽ ഇവിടെ കഞ്ഞി കുടിക്കാൻ പാകില്ല പറഞ്ഞിട്ട് തല്ലൂടാൻ നിൽക്കുക. അവനവന്റെ കുടുംബം നോക്കിയിട്ടാണ് ഫുട്ബോൾ കളിക്കാൻ പോകല്. അറിയാം, കുടുംബമൊക്കെ വിളിച്ചു വരുത്തി എന്തിനാ ഞങ്ങൾക്ക് ഇവിടെ പല സാധനങ്ങളും ഇല്ല.
അന്റെ കുരുത്തക്കാട് പറഞ്ഞുതരാൻ വേണ്ടി ഓൾപ്പന്നെ വിളിച്ചു വരുത്തേ. നിങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പൊ ശ്രീധനക്ക് മുഴുവൻ തന്നിട്ടില്ലല്ലോ. ആ ബാക്കി ശ്രീധന എടുത്തിട്ട് ഇപ്പൊ ഈ 4 വർഷം കൂടുമ്പോഴുള്ള ടൂർണമെന്റ് ഉണ്ടല്ലോ, ആ സമയത്ത് ഓൾക്ക് ചെലവിന് നിങ്ങൾ കൊടുത്തോളി. കാര്യം കഴിഞ്ഞു. ആ ശ്രീധരൻ മുഴുവൻ നേരത്തെ തന്നിനെങ്കിൽ ജോളം കണ്ട് പൊന്നു പോലെ നോക്കിനി. എന്താണ് നോക്കാണ്ട്? ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു 4 വർഷം കൂടുമ്പോ ഒരു കുറച്ച് ദിവസം ഇതിന്റെ ഇടയിൽ ശ്രദ്ധിക്കണില്ല എന്നുള്ളതിനെ പിന്നെ കുറ്റം പറഞ്ഞേ. അല്ലാത്തപ്പോ ഞാൻ പണിക്കോണില്ല എന്നോള് പറയട്ടെ. ഈ കൂടുതൽ വർത്താനം പറയണ്ട സൂറ. ഇജിപ്പന്റെ കൂടെ അങ്ങോട്ട് പോരും പെർക്ക്. എവിടേക്ക് പോണേ? ഇവിടെ അർജന്റീനയാണ്. ഇവിടെ അർജന്റീന കളി ഇവിടെ വെക്കുള്ളൂ. എന്റെ കുട്ടി അത് കണ്ടാ മതി. ആടെ കളിയൊന്നുമില്ല, എന്താ കളി വെക്കല്ല. മനസ്സമാധാനം അങ്ങനെ ശരിയാവില്ല. ഒരു കുട്ടിയുണ്ട് വയറ്റിലോളുടെ കളി കണ്ട് വളരണോ? രാത്രി 2:30 മണിക്കൊക്കെ ഈ പൂർണ്ണ ഗർഭിണിയെ പെണ്ണിനെ കളി കാണിപ്പിക്കാതെ പറഞ്ഞാല് എന്തൊരു. പിന്നല്ലാണ്ട് മെസ്സിയുടെ ഒരു കട്ടിങ് രാത്രി 2:30 3:30 പിക്കറിയോ? ആ മുഴുവൻ കളി കണ്ടാലാണ് എന്റെ കുട്ടി അത് കാണുള്ളൂ. അത് കണ്ട് വളരണം എന്റെ മോൻ. മോനോ? അയ്യോ കൂടെ തീരുമാനിച്ചോ മോനാണോ മോളാണോ ഒക്കെ? അയക്കൊരു നല്ല കളിക്കാരൻ തന്നെയാണ് വേണ്ടത്. അത് പഠിച്ചോനിക്കറിയാം. അയക്ക് അങ്ങനെ തന്നെയാണ് തരിക. പോയാ ഇത് പിരാന്താണ്. ഇത് ചികിത്സിക്കണം. എന്ത് രോഗാണിത്. എന്ത് പന്തളി കാണുന്നതോ? നിങ്ങൾ എന്താ പറഞ്ഞേ? അത് ഇവിടെ പേരൊന്നും കഴിഞ്ഞോട്ടെ. എന്താ മാണ്ടിയ നിക്കറിയാം. പാപ്പ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ട് നിങ്ങൾ 18-ാം തീയതി കഴിഞ്ഞിട്ട് വരും. എന്താ 18-ാം തീയതി എന്റെ ഡേറ്റ്? ഓൾടെ ഡേറ്റ് അല്ല, ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലാണ് 18-ാം തീയതി. റബ്ബേ, അപ്പൊ ഇവിടെ പ്രസവത്തിനെക്കാട്ടും വലുത് എനിക്ക് ഫൈനലാണല്ലേ? ഇതെന്തെങ്ങൾ പറഞ്ഞ ഖത്തറിൽ നടക്കണ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആരവപ്പ ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രസവത്തിന് ഉണ്ടാവുമോ? അത് ശരി. ഞാനേ വല്ലാണ്ട് ഇവിടെ നിന്നാലുണ്ടല്ലോ എന്റെ കിട്ടിപ്പോകുവാനും. എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ ആ ശുക്രനെ വിളിച്ച് പറഞ്ഞാൽ മതി. ഓന്റെ ഓട്ടോറിക്ഷയിൽ ഞാൻ കൊടുത്തു വിടാം. നിങ്ങൾ ഇപ്പൊ പോവാണ്ട, നിങ്ങൾ കുറച്ചാലും നിൽക്കേ. അതിരി അപ്പൊ ഇന്ന് കളിയുള്ള ദിവസമാണ്. കളി കണ്ടിട്ട് പോയാ പോരെ? കളി മനുഷ്യ എത്ര നേരം ഇവിടെ വന്ന് നിന്നാ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകാന്ന് പറയാൻ എനിക്ക് തോന്നിയോ? അത് കളിച്ചു നോക്കണവര് കുടിച്ചോളൂ. നിങ്ങൾ എന്തിനാ കുടിക്കണത്? നിങ്ങൾ ഇവിടെ കുത്തിരിക്കേ ചോളം വെച്ചിട്ട് പോവാ. ചിലതൊന്നും കേൾക്കാൻ നന്നാവൂല. എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണിത്. ഞാൻ ഇറങ്ങണം. ഇതൊന്നും ഇജ്ജ് കേട്ട് ബേജാറാവാക്കണ്ട. ഓ, മുപ്പൊരു ഉപദേശത്തിന് വന്നേക്കാണ്. നാ വരണ വഴിക്ക് കുറച്ച് ആപ്പിളും മുന്തിരി വാങ്ങി, അതുമില്ല. എന്നിട്ട് ഇന്ന കുറ്റം പറയാ. സ്വന്തം മോളുടെ അടുത്തേക്ക് വന്നേക്കാണ് വെറുതെ കാലിക്കോടെ ആയിട്ട്. അതെ, വെറുതെ അല്ല ഇന്ത്യ ലോകകപ്പിൽ കളിക്കാത്ത ഇജ്ജാതി ആൾക്കാരല്ല ഇന്ത്യയില്. പിന്നെ എങ്ങനെ രസപ്പെടും? ഹോ, ദാരിദ്ര്യമുള്ള രാജ്യത്തു നിന്നാണ് എന്റെ സൂറ ഓരോരോ കളിക്കാരുണ്ടായി വരുന്നേ. അപ്പൊ എനിക്കൊരു ആപ്പിള് തിന്നില്ല എന്നുള്ള സങ്കടമല്ല ഇജ്ജ് പറയണ്ടേ. എന്റെ കുട്ടി അങ്ങനെ വളരണോ? പട്ടിണി കിടന്ന് വളരണോ എന്റെ കുട്ടി? ഇതാ ഇടട്ടെ ജോടക്ക് തട്ടുമുത്തേ തട്ടുമുത്തേ 10 തട്ട് ജോടക്കിട്ടാ. ഹെഡ് ഹെഡ് മുത്തേ മെസ്സി ഹെഡ് ചെയ്യണ മാതിരി ഹെഡ്. എറിഞ്ഞങ്ങളെ കൊല്ലും ഞാൻ. നമുക്ക് ഭ്രാന്താണ് മുഴുവട്ട്. ഞാൻ നന്നാവൂല. ഒന്നാമത്തെ ഫുട്ബോളിനോടൊരു താല്പര്യമില്ലാത്ത ജന്തുക്കളാണ്. ഇതല്ലേ കുടുംബം? പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ വേണ്ടായിരുന്നില്ല അത് കാലാക്ക്. പൊളിക്കടാ കൊടുക്കേ Gomez. കൊടുക്കേ അടിക്കേ. McAllister. Messi! മതി മുത്ത മതിരാ. മതി മതി എന്റെ പൊന്നു മുത്ത എന്റെ ചക്കര മതിരൊക്കെ അത് മതിക്കാം. മതി വെച്ച് എന്റെ കാര്യം ഇനി നമ്മളിങ്ങനെ അടുപ്പിക്കാതെ പിന്നര സ്ട്രോങ് ആയില്ലേ? ഇപ്പൊ നോക്കിയേ അങ്ങടില്ലല്ലോ. അല്ല നിങ്ങൾ നമ്മളും അടിക്കണ്ട. അല്ല അല്ല അതന്നെയാണ് ഇപ്പൊ പിന്നര സ്ട്രോങ് ആക്കിയേക്കാണ് കേട്ടോ. ഇനി ഒരു അടി ഇങ്ങോട്ട് കേറില്ല അവർക്ക് കേട്ടോ. നോക്കേ നോക്ക് നോക്ക്. എന്തൊരു കട്ട. എന്ത് നോക്കിട്ട ഈ ജന്തുക്കള് നിക്കണേ. ഒരു
നമ്മുടെ അടുത്ത് 2 ഗോൾ ഉണ്ടല്ലോ. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിന് ചാൻസ് കൊടുക്കല്ലത്. ഇതിപ്പോ എന്താ കാട്ടിയത്? കുറവാണ്. എന്താ പറ്റൊക്കെ ഈ നിലക്കായാലും. We're going to find a way through. ഇനി കയറാൻ പറ്റില്ല. ആ മതി നമുക്ക്. ഒന്ന് പിടിച്ചിരുന്നാ മതി. Behic. Good win. ഇനി സമയമില്ല. തളർന്ന തളർന്ന് Not for long. ഇത് കളി കഴിഞ്ഞു. നമുക്ക് ആ വായനശാലയുടെ അവിടെയുള്ള മരമില്ലേ, അവിടെ കൊണ്ടുപോയി ബ്രസീലിന്റെ കൊടിയുടെ മുകളിൽ ഇത് കെട്ടണം. അത് കെട്ടാം, അത് കെട്ടാം. രാത്രി തന്നെ കെട്ടണം. ആയിക്കോട്ടെ തന്നെ കെട്ടണം. Offside. The end. എന്റെ മോനെ അതിന് മുത്തേ. അവള് ജയിച്ചു. ദിവസം എവിടെ ഇരുന്നു? ആ കുട്ടീനെ ഇന്ന് എവിടെ കൊണ്ടാക്കിട്ട് പോയതല്ലേ? അല്ലേ? കുട്ടിക്ക് എന്തായിരുന്നു ആശുപത്രിയിൽ വെച്ചിട്ട്? അത് എനിക്ക് ഓർമ്മയില്ലേ? അതിന് മഞ്ഞപ്പിത്തായിരുന്നു. അതുകൊണ്ടായി കാണാൻ വരാഞ്ഞ്. അല്ല, മഞ്ഞപ്പത്ത് അല്ലാതെ നീലപ്പത്തുണ്ടോ? പിന്നെ ഉണ്ടോ? ഇജ്ജ് വേറെ തന്നെ പ്രാന്ത് പിടിപ്പിക്കല്ല. 100 കാര്യങ്ങളായിട്ട് അണക്കാണ് ഞാൻ. ഓളും കുട്ടി പെരയിൽ വന്ന് ഇത്ര ദിവസമായി. ഈ പെരയിലൊക്കെ ഇത്തിരി പരിപ്പ് കൊണ്ടുവരാൻ എനിക്ക് തോന്നിണ്ടാ? എന്തിന് എന്റെ കുട്ടിക്ക് ഗ്യാസ് ഉണ്ടാക്കാനോ? ഒന്നാമത്തെ കാര്യം മഞ്ഞ കളറാണ് ഈ പരിപ്പ്. പരിപ്പും മത്തങ്ങൊന്നും ഞാൻ മേടിക്കൂല, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്നാ പിന്നെ ഇത്തിരി നീലം മേടിച്ചൂടെ? തുണിയിൽ മുക്കിക്കൂടെ നീലം? എന്തിന് നീലം വാങ്ങണേ? നീല കുപ്പായത്തിൽ ആരെങ്കിലും നീലം മുക്കോ? അവൾ ഇട്ടേക്കണോക്ക് നീലാണ്, ഞാൻ ഇട്ടേക്കണോക്ക് നീലാണ്. എന്റെ കുട്ടിക്കും നീല തന്നെ എടുക്കുള്ളോ? ഇങ്ങക്ക് ഇങ്ങടെ ഉടുപ്പിൽ നീല മുക്കണ ചങ്ങള് അരി എടുത്ത് വെച്ചോളി. നീലം മേടിക്കണ്ട, മഞ്ഞ മേടിക്കണ്ട. എടാ, അരി വെളിച്ചിട്ടല്ലേ? എനിക്ക് 1 കിലോ അരി മേടിച്ചൂടെ? ഇങ്ങോട്ട് എന്ത് അരി മേടിച്ചൂടാന്ന്? ഒന്നാമത്തെ 100 കാര്യമായിട്ട് പഠിച്ചു നടക്ക. അതിന്റെ ഇടയിൽ വന്നിട്ട് ഓരോ വർത്താനം പറയണേ. നിങ്ങൾക്ക് എന്താണ് വേറെ കാര്യം ഇന്ത്യൻ കുട്ടീന്റെ അല്ലാതെ? ആർക്കൊന്നും അറിയില്ല. ഇവിടെ അർജന്റീന ഇന്ത്യയിൽ കളിക്കാൻ വരാൻ പറഞ്ഞിട്ട് സമ്മതിക്കാത്ത ഇന്ത്യയിലാണ് ഞാൻ ഇവിടെ നിക്കണേ. ആ മനസ്സിലാക്കി പോയി. അതിന് നിങ്ങൾ എന്താക്കാൻ പോവാ? ഞാൻ സമരം ചെയ്യൂ. എന്നിട്ട് മരിക്കച്ച മരിക്കോ എന്നെ? അതെ, ഈ മരിക്കൂല. അന്ന ഞമ്മള് കൊല്ലിയേക്കും. അങ്ങനെ കൊല്ലി. ഈ മുണ്ടാണ്ടക്കടി അതാ ഇല്ല നല്ലത്. അതെ, നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചാ? എന്ത്? എടാ, ജനന സർട്ടിഫിക്കറ്റ് മേടിച്ചോന്ന്. എന്തിന് മേടിക്കണേ? കുട്ടി ജനിച്ചില്ല, എന്നെ എടുക്കാൻ സർട്ടിഫിക്കറ്റ്. എന്തൊരു കട്ടാണ് റബ്ബേ. എടാ, സുക്കൂറിനെ സ്കൂളിൽ ചേർത്തുമ്പോ അത് മാണ്ടേ? ഏത് സുക്കൂറിനെ? അന്റെ മോൻ അകത്ത് കിടക്കണേ. ഇന്റെ മോൻ മെസ്സിക്കോയെന്ന്, അല്ലാണ്ട് കുക്കൂറല്ല. മെസ്സി കോയാന്നൊക്കെ ഈ പെരേന്ന് വിളിച്ചാ മതി. കോയ സ്കൂളിൽ ചേർത്തുമ്പോ ഓ സുക്കൂർ കോയാണ്. ആ പിന്നെ അങ്ങോട്ട് വിളിച്ചോക്കെ ആ ടീച്ചറെ നാക്കാൻ ചവിട്ടി കളിക്കും. ഒന്നാമത്തെ എന്റെ കുട്ടീനെ സ്കൂൾക്ക് വിടുന്നില്ല. ഇവിടെ പന്ത് കളിക്കാൻ നേരണ്ടോ? കഷ്ടാണ് റബ്ബേ. എന്താ പറയണേ? അതിങ്ങോട്ട് തന്നെ ഞാൻ എന്റെ കുട്ടി കൊണ്ടുപോയി കൊടുക്കട്ടെ. അല്ല പിന്നെ മാനേ മെസ്സിക്കോയേ സുക്കൂർന്ന് വിളിക്കടാ. സുക്കൂറ് കടന്നു പോയിക്കോ നിങ്ങളോട്. ഏറിയ പിരാന്തന്മാരെ ഞാൻ കണ്ടു. ഇമ്മാരി ഒരു പിരാന്തനെ ഞാൻ കണ്ടില്ലല്ലോ സൂറ. ആ മെസ്സി ഇങ്ങോട്ട് പണ്ടാറടക്കാൻ ഞാൻ നന്നായി. ഇല്ലെങ്കിൽ ഇവനെ പോലെ കൊറേ കിടന്ന് പറഞ്ഞ മോങ്ങേനി. ആ ലോകകപ്പ് കഴിഞ്ഞപ്പോ ഇതൊക്കെ കഴിഞ്ഞു വിചാരിച്ചാ ഞാൻ. അതിനിടക്കപ്പോ വീണ്ടും ഓനം കൊണ്ട് പണ്ടാറടക്കണേ. ഇവിടെ കൊറേ ഫ്ലക്സും വെച്ച് പണിക്കും പോവാണ്ട് ഓനെപ്പോലെ നടക്കും. അതപ്പോ അവിടെ ഉണ്ടാവുക. വാപ്പ ഒന്നാമത് നിങ്ങൾ കാണുമ്പോ വഴക്ക് പറഞ്ഞിട്ടാണ്. ഒന്ന് സ്നേഹത്തിൽ പറഞ്ഞ മൂപ്പര് നന്നാവൂ. ആരോനോ സ്നേഹത്തിൽ പറഞ്ഞിട്ടോ പോയോ? സൂറ മെസ്സിയുടെ മിക്സി അടുക്കളയില്. മിക്സി അല്ല, എന്റെ മോൻ മെസ്സിക്കോയാ. മെസ്സിയുടെ സുക്കൂറേടേന്ന് അകത്ത്. ഏതകത്ത്? ഇന്റെ അകത്ത്. അന്റെ അക എവിടെയാണ്? റബ്ബേ, എന്റെ അകൊന്നും കൊണ്ട് കാണിച്ചു കൊടുക്ക്. എടാ, വല്ലപ്പോഴൊക്കെ ഭാര്യ വീട്ടിലൊന്ന് വരണോ? നല്ല അക ഏതാന്ന് അറിയുള്ളൂ. ഇവിടെ ഒരു ഓലപ്പന്തം കൂടി ഇല്ലാത്ത വീട്ടിലേക്ക് ആരെ വരുന്നേ? ഓ, അല്ലാത്തൊരു മുറ്റുണ്ട് എന്നല്ലാണ്ട് ഒരു പന്തുണ്ട് അവിടെ. ഞാൻ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല. നിന്നാലും ഞാൻ ഓൻ എന്തെങ്കിലും ചെയ്തു പോകും. എത്ര ആലോചന വന്ന എന്റെ മോക്ക്. അവസാനം വന്ന് പെട്ടത് ഈ സൈത്താന്റെ തലയിലാണ്. ഓനങ്ങ് നോക്കുവേനെ. ഓ, കൊഴിപ്പിച്ച്. ആ ചാട്ടത്തിലൊന്ന് വീണിരുന്നെങ്കിൽ ഇത്തിരി സ്വൈര്യം ഉണ്ടായിരുന്നു. ഇത് പെണ്ണ ഞാൻ വെറുതെ വേട ഉണ്ടാക്കിയാണ്. ഒരു മാസമായി പണിക്ക് പോയിട്ട് 10 പൈസ എന്റെ കയ്യിലുണ്ടോ?
ഇവിടെ ഇണക്കത്തിൽ നിന്ന ചെലവിന് ഞാൻ തരണ്ടേ? അല്ല പിന്നെ ഇജ്ജ് കുട്ടീനെ ഇവിടെ വെച്ചാ കാണിച്ചാട്ട് അതാ കരയണ്. മെസ്സിക്കോയേ ഉന്നത്ത് സതീശന്റെ ഭാര്യയും അമ്മയും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ വലിയ വടി ഒന്ന്, ചെറിയ വടി ഒന്ന്. പോരെ? ഇതോടെ പ്രശ്നമൊക്കെ തീരുമല്ലോ. പിന്നെ തീരുന്നു. ദേവി എല്ലാ പരിഹാരാക്കോ. അത് 150. 400 തരാം. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വെടി വഴിപാട് കഴിക്കുന്നവർ കൗണ്ടറിൽ പൈസ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. കേട്ടാ അതെ ഒരു വഴിപാടും കൂടി വേണം. അതല്ലേ അന്നത്തെ വലിച്ചില്ലേ? നിങ്ങൾ ഈ ലോകത്തൊന്നല്ലേ അർജന്റീനക്ക് കപ്പടിച്ചില്ലേ? മെസ്സി ഗോളടിച്ചല്ലോ. പിന്നെ നമ്മളെ ദേവി എന്ന് പറഞ്ഞ വല്ലാത്ത ദേവിയാണ്. ഭയങ്കര വിശ്വാസം. ഭയങ്കര വിശ്വാസം. അല്ല പിന്നെന്താ എന്റെ കാര്യം അങ്ങനെയാണ്. ഈ ഒരു ആവശ്യം നടക്കാൻ വേണ്ടി ഞാൻ എവിടെയും പോവും. അത് വേറെ കാര്യം. ഇപ്പൊ എന്താണ്? ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ലോകകപ്പിന്റെ അല്ല, ഇപ്പൊ മെസ്സി നമ്മള് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ മെസ്സി അമ്പലത്തിലേക്കാ? അമ്പലത്തിലേക്കല്ല, അമ്പലത്തിലേക്ക് നിങ്ങൾ ജയിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റോ? അല്ല അയാള് വരുന്നില്ല. ഇവിടെ കേരളത്തിലേക്ക് കളിക്കാൻ വരുന്നുണ്ട്. അതെയാ? അപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടര്. അതല്ലേ? പല ജാതി തടസ്സങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് രാഘവട്ട, ലോക പ്രശസ്തനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ നാട്ടിലേക്ക് വരാ പറയുമ്പോ അത് തടയണ ജാതികൾ എന്ത് വേണം? അപ്പൊ എല്ലാം മുട്ടും തീർന്നിട്ട് ഓനിക്ക് ഇങ്ങോട്ട് കാലുത്താൻ പറ്റണം. ഈക്ക് മെസ്സിനെ ഒന്ന് കാണാനും പറ്റണം. നമുക്കെല്ലാം കാണാലോ. അതെ, അതിനുള്ളൊരു വഴിപാടാണ്. അപ്പൊ അത് എങ്ങനെയുണ്ട്? ഇപ്പൊ നക്ഷത്രം എന്ന് പറഞ്ഞാല് ഞാനിപ്പോ അതിന്റെ മൂപ്പരുടെ ഇപ്പൊ ഈ ഗൂഗിളിൽ കയറിയിട്ട് അതിന്റെ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട്. അത് പേര് ഇങ്ങനെയാണ്, ലയണൽ ആന്ദ്രേസ് മെസ്സി. ജനനതീയതി ജൂൺ 24, 1957. നക്ഷത്രം വേണ്ടേ? നക്ഷത്രം പിന്നെ വേണമെങ്കിൽ ക്രിസ്മസിന് പുറത്തേക്ക് ഇറങ്ങിയാൽ കിട്ടും. അല്ല അതല്ല, അതിപ്പോ ഈ ജോത്സ്യന്റെ അടുക്കുന്ന ഗണിച്ച് ഏത് നക്ഷത്ര വരാ? ഗണിക്കാൻ എവിടെ? അതിന് അർജന്റീനക്കാർക്ക് എന്ത് നക്ഷത്രം? നിങ്ങൾ എന്ത് പറയുന്നത്? അല്ല എന്നാ അന്നത്തെ പോലെ എല്ലാ നക്ഷത്രവും അങ്ങനെ ചെയ്തോളൂ, അത് കുഴപ്പമില്ല. അത് ചെയ്തോളൂ. എന്നാ പേര് പറഞ്ഞേ? പേര് ലയണൽ ആന്ദ്രേസ് മെസ്സി. ലയണൽ ആന്ദ്രേസ് മെസ്സി. വെറുതെ മെസ്സി എന്ന് ഓർത്തിട്ട് തന്നെ ലോകകപ്പ് കിട്ടിയവരാണത്. ഇത് നിങ്ങള് മുഴുവൻ എഴുതേണ്ട കാര്യമൊന്നുമില്ല, നല്ല എഴുതി കളി. ജനനതീയതി ജൂൺ 24. അപ്പൊ 24 1957. 1987. ഇതില് ഓനിക്ക് ഇവിടെ ഈ ഒരു വഴിപാട് കഴിഞ്ഞ ഉടനെ ഓനിക്ക് അങ്ങോട്ട് വരാൻ പറ്റണം. ഇക്കൊന്ന് കാണും വേണം, അത്ര വേണ്ട. അല്ലാണ്ട് പിന്നോട് വന്ന് ചോറ് കഴിക്കൊന്നും വേണ്ട. ഇക്കൊന്ന് മൂപ്പരനെ കാണണം, ഇങ്ങോട്ട് വരാൻ പറ്റണം. അതിന് തടസ്സം നിൽക്കണ സകല അംക്യങ്ങളും ഇല്ലാത്ത അത്രക്ക് തയ്ച്ചിട്ടുണ്ട്. മനസ്സിലാവണ്ട? എന്നാ 2 വെടി വഴിപാടും ആയിക്കോട്ടെ. 2 വെടിയും കൂടി ആയിക്കോട്ടെ. വെടിക്ക് അങ്ങനെ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. വെച്ചോളി. എന്നാ പേര് പറഞ്ഞ ലയണൽ. നിങ്ങൾ എപ്പോഴും ചോദിക്കല്ലേ, ഇത് തെറ്റും. ലയണൽ ആന്ദ്രേസ് മെസ്സി അല്ലേ? ലയണൽ ആന്ത്രോസ് മെസ്സി. ആന്ത്രോസ് അല്ല, ആന്ദ്രേസ്. ലയണൽ ആന്ത്രേസ് മെസ്സി. വലിയ വടി 1, ചെറിയ വടി 1. ആയിക്കോട്ടെ. ഈ വടി തെറ്റിപ്പോകുന്നില്ലല്ലോ? ഇല്ലല്ലോ, തെറ്റൊന്നുമില്ല. ആയിക്കോട്ടെ. അത്ര അപ്പൊ അത് എല്ലാം കൂടി 250, 300. 300. ഞാൻ കറക്റ്റ് പൈസ ആയിട്ടാണല്ലോ വന്നേക്കണേ. 300. ഞാൻ 50 രൂപ ബാക്കി ഉണ്ടാവും ചോദിച്ചാ. വേണ്ടാട്ടാ, എന്നാ ശരി കേട്ടോ. ശരി. അപ്പൊ ആയിക്കോട്ടെ, നിങ്ങളും പ്രാർത്ഥിച്ചാൽ. ഞാൻ പ്രാർത്ഥിച്ചില്ലെന്ന് കാര്യമായിട്ട്. നല്ലൊരു മനുഷ്യന്മാരിയല്ലേ നമ്മളെ നാട്ടിലേക്ക് കേട്ടോ. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ലോകം മുഴുവൻ ആരാധകരുള്ള ഫുട്ബോൾ മിശിക എന്നറിയപ്പെടുന്ന സാക്ഷാൽ മെസ്സി നയിക്കുന്ന അർജന്റീനൻ ഫുട്ബോൾ ടീം നമ്മുടെ ഇന്ത്യയുമായി സൗഹൃദ മത്സരം കളിക്കാമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടും മുട്ടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആ മത്സരം നിഷേധിച്ച ഫുട്ബോൾ അസോസിയേഷന്റെ നിലപാടിനെതിരെ നമ്മൾ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ കൂട്ടായ്മയാണ് ഇവിടെ ആരംഭിക്കുന്നത്.
യോഗത്തിന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി നമ്മുടെ സംഘടനയുടെ രക്ഷാധികാരിയും മികച്ച ഫുട്ബോളറും നമ്മുടെ ബഹുമാനപ്പെട്ട സത്യശീലൻ സാറിനെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഫുട്ബോൾ സംഘടനയുടെ തലതിരിഞ്ഞ തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, 1950 ബൂട്ട് വാങ്ങാൻ കാശില്ല എന്ന് പറഞ്ഞിട്ടാണ് ലോകകപ്പിൽ കളിക്കാൻ യോഗ്യത ഉണ്ടായിട്ടും നമ്മൾ ആ കളി നിരസിച്ചത്. ഇതുപോലുള്ള മണ്ടത്തരം ലോകത്തേതെങ്കിലും രാജ്യങ്ങൾ ചെയ്യുമോ? ആലോചിച്ച് നോക്കേണ്ടതാണ്. അത് ശരി, അപ്പൊ ഇത് പുതിയതല്ല. നിങ്ങൾ അറിയണം, അവരുടെ ഈ തീരുമാനവും ചരിത്രപരമായ ഒരു വലിയ മണ്ടത്തരമായിരുന്നു എന്ന് അവർക്ക് നാളെ ബോധ്യപ്പെടും. കാശില്ല, എന്ത് ചോദിച്ചാലും കാശില്ല, പണമില്ല. എന്നാലോ കളിക്കാർ നന്നായി കളിക്കുന്നതിന് വേണ്ടി ജ്യോത്സ്യന്മാർക്ക് പണം കൊടുത്തിട്ടുള്ള ചരിത്രം, ലക്ഷങ്ങൾ ജ്യോത്സ്യന്മാർക്ക് കൊടുത്തിട്ടുള്ളതിന്റെ വാർത്ത നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞതാണ്. ഐശ്വര്യ, അപ്പൊ ജ്യോത്സ്യന്മാരെ കളിക്കണേ. 2011 കൽക്കട്ടയിൽ വെച്ച് അർജന്റീനയും വെനിസ്വലയും തമ്മിലുള്ള മത്സരത്തിൽ അവിടെ സ്റ്റേഡിയത്തിൽ കാണാൻ വന്നത് 85,000 പേരാണ്. ഇന്ന് ആ സ്ഥാനത്ത് അതിന്റെ ഇരട്ടിയെങ്കിലും ആളുകൾ ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടുണ്ടാവില്ലേ? അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ടിക്കറ്റ് വെച്ച് കിട്ടുന്ന പൈസ മാത്രം മതി ഇവരെ പിരിച്ചുവിടാൻ. ബാക്കി പൈസ ഈ സംഘടനയ്ക്ക് കൊണ്ടുപോയിട്ട് അവരുടെ വെട്ടിയിൽ വെക്കാം, വെച്ചുകൂടെ? എന്നാൽ അതിനൊന്നും ശ്രമിക്കാതെ ഈ തലതിരിഞ്ഞ തീരുമാനം അവർ എടുത്തിരിക്കുകയാണ്. സമ്മതിക്കരുത് കേട്ടോ, സമ്മതിക്കരുത്. ലോകത്തിലെ 1-ാം നമ്പർ കളിക്കാരുമായി കളിക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ കളിക്കാർക്കുണ്ടാകുന്ന കളിപരിചയം, ഒപ്പം അതുവഴി കിട്ടുന്ന ലോകപരിചയം, ലോക ശ്രദ്ധ, യുവാക്കളുടെ ഉണർവ്, ഫുട്ബോളിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതൊക്കെ നമുക്ക് കിട്ടേണ്ടതായിരുന്നു. അതെല്ലാമാണ് ഇവർ നശിപ്പിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നമുക്കിടയിൽ ഉയർന്നു വരേണ്ടതുണ്ട്. ഉറപ്പായിട്ടുണ്ടാവണം. ഇതിന് 2 ദിവസം ബന്ധം നടത്തിയിട്ട് സകലം അല്ല പാരണയൊക്കെ കംപ്ലീറ്റ് കടകൾ ബ്ലോക്ക് ചെയ്തു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് പറയുമ്പോൾ നമുക്കിവിടെ കേരളത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സർക്കാർ അതിനുള്ള ചില ചരടുവരികളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരു തീരുമാനം കേരള സർക്കാരിനുണ്ടെങ്കിൽ ബക്കറ്റ് പിരിവ് എടുത്തിട്ടാണെങ്കിലും അർജന്റീനയുടെ കളി നമ്മളിവിടെ കൊണ്ടുവരും. എന്തേ? അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഫുട്ബോൾ സംഘടനയുടെ ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കുക എന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടിയിട്ടുള്ള ഈ പ്രതിഷേധ ധർണ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഞാൻ എന്ത് പണി കാണിച്ചു? ഇപ്പൊ അങ്ങനെ ഭാരതത്തിന് മാത്രം കുറ്റം പറയണം. എന്താ അർജന്റീന വിളിച്ചില്ല പറഞ്ഞിട്ട്? ഇക്കണ്ട ആരാധകർ നമ്മുടെ ഭാരതത്തിലില്ലേ? എന്നാ ഒരു പരിഗണന വെച്ചെങ്കിലും ഇവര് കോടിക്കണക്കിന് ഉറുപ്പിക മേടിക്കണം. ഒന്നാണ് കുറച്ചൊക്കെ നമ്മൾ ഭാരതത്തിലേക്ക് കൊണ്ടില്ലേ? എവിടുന്ന് കുറയ്ക്കും ചങ്ങായി? അവർക്കൊക്കെ ഇങ്ങോട്ട് വരണ്ടേ? അതിനുള്ള പൈസ അല്ലേ ചോദിക്കാവും? നീ കണ്ടമാനം പൈസ വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടേ? ശരി, അത് വെറുതെ ഉണ്ടാക്കിയ കൈവല്ല. അത് പോട്ടെ, ഞാൻ ന്യായീകരിച്ചൊക്കെ ഒരുപാടുണ്ടോ? ഞാൻ പറയാൻ വന്നതല്ല. ഇതിപ്പോ ഞങ്ങൾ ഈ ക്ലബിലുള്ളതല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു പ്രതിഷേധ കൂട്ടായ്മ ഉണ്ടാക്കുമ്പോ അത് ഞങ്ങളെ കൂടി അറിയിക്കണ്ടേ? ഞങ്ങൾ ഈ ക്ലബിലെ മെമ്പർമാരല്ലേ? എന്തിനാണ് ഞങ്ങൾ ആളാം ഇന്ന് ചെവിയിൽ പോയി അറിഞ്ഞൂറ് ഇങ്ങോട്ട് വന്നു. മീറ്റിംഗ് വയ്ക്കുമ്പോ ഞങ്ങളെ കൂടിയിട്ട് മീറ്റിംഗ് വരണ്ടേ? അല്ലല്ല, സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവർക്ക് എപ്പോഴും ഉണ്ട് ഒരു കാര്യം സംഘടിപ്പിക്കുമ്പോ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ ബ്രസീൽ ആരും ഒഴിവാക്കിയിട്ടെന്നോ തോന്നണേ. ഞങ്ങൾ ഈ ബ്രസീലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണമെന്നുള്ളൂ. ഇതിന് മറ്റു രാജ്യങ്ങളെ എതിർക്കണമെന്നില്ല. ഈ മെസ്സി അർജന്റീന ഭാരതത്തിൽ വന്ന് കളിക്കുന്നതിൽ ആഗ്രഹമുള്ള ആൾക്കാരെ പോലുള്ള ആൾക്കാർ കളിക്കാൻ പറ്റുന്നത് അസൂയ മൂത്തിട്ട് പറയാണ്. അസൂയ മൂത്തിട്ട് പറയാൻ നോക്കണ്ട. അസൂയ മൂത്ത് പറയാം. ഞങ്ങളെല്ലാരും പോകാതെ അസൂയ മൂത്ത് പറയാം. അർജന്റീന വന്നാലാന്നുള്ള അസൂയാണ്. നമ്മൾ നോക്കണ്ടല്ലേ? എന്ത് ചെവിയിൽ പോയി പറഞ്ഞില്ല. ആ സമയത്ത് ഒരു ഒറ്റ കട്ടിങ്ങിന്റെ കാര്യം ഉണ്ടാവുന്നുള്ളത്. എന്താ പറയാ ഈ ചങ്ങ
മെസ്സി എന്താ കാണിച്ച ആ സമയത്ത് ഒരു കട്ടിങ് എനിക്ക് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. ഞാൻ അന്നൊക്കെ അടിച്ചിട്ടുള്ള ഗോളിന്റെ പവർ എന്താ വെച്ചിട്ട് എന്താ എനിക്ക് മനസ്സിലാവാത്തത്? ഞങ്ങൾ അങ്ങനെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുക. ഇത് കളിയാണിത്. കയ്യാങ്കളിയൊക്കെ വരുമ്പോ ഇത്തിരി അതിനനുസരിച്ച് അങ്ങോട്ട് പ്രതികരിക്കണോ? ആ നെയ്മറിനെ കണ്ടുപിടിക്കുക. അതിന് എന്ത് ജാതി അഭിനയിക്കണത് അത് കണ്ടുപിടിക്കുക. അതേമാതിരി കാണണം. ഇത്തിരി കള്ളത്തരൊക്കെ വേണം ഉള്ളില്. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വഴിപാട് കഴിക്കേണ്ടവർ കൗണ്ടറിൽ വന്ന് രശീതിയാക്കേണ്ടതാണ്. പൈസ തിന്നാൽ മാത്രമേ വഴിപാട് കഴിക്കാനാവുള്ളൂ. അല്ലാതെ അങ്ങനെ ഇങ്ങനെയും തിരിഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അതുപോലെ അവരവരുടെ പാദരക്ഷകൾ അവരവരുടെ ഉത്തരവാദിത്വത്തിൽ സംരക്ഷിക്കേണ്ടതാണ്. അതുപോലെ പൈസയോ മറ്റു സ്വർണ്ണാഭരണങ്ങളോ എല്ലാം സ്വന്തമായി അത് വളരെ ഭദ്രതയോടെ സൂക്ഷിക്കേണ്ടതാണ്. കള്ളന്മാരുടെ ശല്യമുണ്ട്. ഭക്ഷണം അവിടെ തയ്യാറായിട്ടുണ്ട്. അത് കഴിച്ചിട്ട് പോകുമ്പോൾ വഴിപാടും കൂടെ കഴിക്കണം. അല്ലാതെ ഭക്ഷണം മാത്രം കഴിച്ചിട്ട് പോയാൽ പോരാ. പിന്നെ ഇതുണ്ടല്ലോ, എല്ലാവരും ഈ പാദരക്ഷകളിൽ അവരവരെ കൈമേന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. അതുപോലെ സ്വർണ്ണാഭരണങ്ങളോ മറ്റു പൈസ ഇതുണ്ടെങ്കിൽ അവരവർ സൂക്ഷിച്ചോളാം. അതൊന്നും നമുക്ക് ഇവിടുന്ന് ഒന്നും അതിന് ആളാവാൻ പറ്റില്ല. ഒരു മംഗല്യമുട്ട്. മംഗല്യം. പേരുന്ന പേര് വിനീത്. നക്ഷത്രം കന്നി. കന്നി മാസല്ലേ? സോറി, രോഹിണി. കന്നിയില് രോഹിണി. രോഹിണി. ശരിയാ. ചേട്ടാ, ഒരു ശത്രു സംഹാര പൂജ. പൂജ പുഷ്പാഞ്ജലി. പുഷ്പാഞ്ജലി. പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി. ഞങ്ങൾ ഉദ്ദേശിച്ച തന്നെ. പേര് മെസ്സി. മെസ്സിയ. മെസ്സി. നക്ഷത്രം നക്ഷത്രമൊക്കെ പിടുത്തല്ലോ. ഓനൊരു സ്റ്റാറാണ്. ഓനെന്നെ ഒരു സ്റ്റാർ. വേറെ നക്ഷത്രം ആവശ്യമില്ല. നക്ഷത്രം ജന്മനക്ഷത്രം നിങ്ങൾക്ക് അറിയോ മെസ്സിയുടെ? നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഞാൻ കിട്ടോ ചോദിച്ചോട്ടോ. ഒരു മിനിറ്റ്. ഹലോ. എടുത്തിട്ടില്ല അല്ലേ? തിരക്കൂട്ടിട്ട്. അതെ പ്യാരേ, മെസ്സിയുടെ ജന്മനക്ഷത്രം ഏതാണ്? അറിയില്ലേ? എന്തിനാണോ ചങ്ങായി ഈയൊക്കെ? എനിക്കറിയില്ല. എന്നാ ശരി, വെച്ചോ. ഞാൻ വിളിക്കാം. അതെ, മൊത്തത്തിൽ എത്ര നക്ഷത്രം ഉണ്ട്? 27 അന്ന് 27 കൊടുത്തോ. അത് ഏതാ നിനക്കറിയില്ല. 27 നക്ഷത്രവും വെച്ചിട്ട് അങ്ങോട്ട് കൊടുത്തോ പേര്. വലിയ പൈസ ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. ഓനക്കൊരു പരിക്കുണ്ടാവരുത്. അതിനെ ഏത് ശത്രുക്കൾ വന്നാലും കെട്ടി പറഞ്ഞ് അങ്ങോട്ട് വീഴണം. ഓനിങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ബോൾ കട്ട് ചെയ്ത് കൊണ്ടിട്ട് ഒറ്റ അടി അടിക്കുമ്പോ ഗോളിക്ക് പിടിക്കാൻ കിട്ടരുത്. ഓൻ അടിക്കണ ഒരു ബോളും ഗോളിക്ക് പിടിക്കാൻ കിട്ടരുത്. ഒരു പാൽപ്പായസം കൂടെ ആവട്ടെ. പാൽപ്പായസ അല്ല, ഇതിപ്പോ എങ്ങനെ കൊണ്ടുപോയി കൊടുക്കാ? ഖത്തറിലാണ്. ആയിക്കോട്ടെ, ഇവിടെ കഴിച്ചാൽ മതി. എന്നാ അയാൾക്ക് അതിന്റെ ഗുണം കിട്ടും. ഇവിടെ കഴിച്ചാൽ മതിയോ? ഞാൻ കഴിച്ചാലും മതിയോ? നിങ്ങൾ കഴിച്ചാൽ അതിന്റെ ഗുണം അയാൾക്ക് കിട്ടും. അത് മതി. എന്നാ എഴുതിക്കോളി. പാൽപ്പായസവും എല്ലാ നക്ഷത്രവും എല്ലാ നക്ഷത്രവും വെച്ചിട്ട് എഴുതിക്കോളി. ഏതാ നക്ഷത്രത്തിലെ പെടുക എന്നൊക്കെ അറിയില്ല. ഒരു അടങ്ങലുണ്ടാവരുത്, അത്ര ഉള്ളു. കുട്ടിക്ക് ഒരു അടങ്ങലില്ലാതെ കളിക്കാൻ പറ്റണം. 250. ഇത്രയേ ഉള്ളൂ. അത് ശരി. കണ്ട കായ് ചെലവാക്കിട്ട് അവിടെ കളിക്കുമ്പോ 250 രൂപ ഇല്ല പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. എന്നാ ശരി കേട്ടോ. ഉഷാറാവും. ആയിക്കോട്ടെ. പ്രാർത്ഥിക്കോട്ടോ. നിങ്ങളും പ്രാർത്ഥിക്കും. നമ്മളും പ്രാർത്ഥിക്കും. നമ്മുടെ ടീം തന്നെയാണ്. അതെ. ഭ്രാന്തനാന്ന് തോന്നുന്നു. എങ്ങനെങ്കിലും മിസ് ഒരു ഗോൾ അടിച്ചാൽ മതിയാവും. ഇല്ലെങ്കിൽ ഓൻ എന്നെ ഒന്നടിക്കും. അതെ, മറ്റേ ഇത് തന്നില്ലല്ലോ പാൽപ്പായസം. പാൽപ്പായസം ആ കൗണ്ടറിന് കിട്ടും. എവിടെ? അവിടെ അപ്പുറത്തുണ്ട് കൗണ്ടർ. അതെ. ശരി. അപ്പൊ ഇത് കാണിച്ചാൽ മതി. ഋഷിതയുടെ കാണിച്ചാൽ മതി അല്ലേ? എന്നാ ശരി.
ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഫുട്ബോൾ കളിയുമായുള്ള എല്ലാ വഴിപാടുകളും ഇവിടെ കൗണ്ടറിൽ അടക്കാവുന്നതാണ്, രശീതിയാക്കാവുന്നതാണ്. കളിയായിട്ടുള്ള എല്ലാ ക്രിക്കറ്റ് കളിയായാലും ഫുട്ബോൾ കളിയായാലും എല്ലാം ഇവിടെ പ്രാർത്ഥിച്ചിട്ട് രശീതിയാക്കാവുന്നതാണ്. അതുപോലെ കൗണ്ടറിൽ നിന്ന് വന്ന് രശീതി ആക്കിയാൽ മാത്രമേ വഴിപാട് നടക്കുകയുള്ളൂ. അതുകൊണ്ട് അതിലും തിരിഞ്ഞു നടന്നിട്ട് കാര്യമില്ല, കൗണ്ടറിൽ വന്ന് രശീതിയാക്കണം. അതുപോലെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നുണ്ട്, ആരും ഇവിടെ വഴിപാട് കഴിക്കാൻ വരുന്നില്ല. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്നതിന്റെ അർത്ഥം അവര് മാത്രല്ല നമ്മള് ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ ഇതുപോലെ പിന്നെ പിടിക്കടാ ഒന്ന് വേഗം കെട്ട് കഴിഞ്ഞ അപ്പൊ അവിടെ കോയല്ല. ഇനി അവൻ വന്നു കഴിഞ്ഞാൽ അവനായിട്ട് ഉടക്കേണ്ടി വരും. നമ്മുടെ കൂടി കിട്ടുന്ന അയാൾക്ക് എന്താ വേണം? തെങ്ങ് വെളിയിൽ നിൽക്കും, നമുക്ക് കുഴപ്പം തന്നെ. തെങ്ങ് വെളിയിലാണെങ്കിലും ഞാൻ അയാളുടെ പറമ്പിന്റെ മണ്ടക്കിലിരിക്കുന്നത്. ഇനി ഒരു രണ്ടെണ്ണം ഒന്ന് എന്റെ വീടിന്റെ അവിടെയും ഒന്ന് വായനശാലിന്റെ അവിടെയും കെട്ടണം. അല്ലേ സുധേട്ടാ, ഇതെന്തൊരു മര്യാദയുടെ നിങ്ങൾ ഈ കാണിക്കണത്? എന്തേ ഞങ്ങളുടെ കൊടിയുടെ മോളിൽ കൊണ്ടെന്നാണ് നിങ്ങളുടെ കൊടി കെട്ടണത്? നിങ്ങളുടെ കൊടി താഴ്ത്തല്ലേ, ഞങ്ങളുടെ മോളിലല്ലേ, തൊട്ടില്ലല്ലോ. താഴ്ത്താന്ന് പറഞ്ഞാൽ ഞങ്ങള് ജയിച്ചിട്ട് കെട്ടിയൊക്കെയാണ്. പോളണ്ടായിട്ടുള്ള മത്സരത്തിൽ ഞങ്ങൾ ജയിച്ച് പ്രീ ക്വാർട്ടറിൽ കയറിയോണ്ട് കെട്ടിയേക്കണം. ഞങ്ങൾ പ്രീ ക്വാർട്ടർ നിങ്ങൾ തോറ്റല്ല. എടാ ഞങ്ങൾ അവസാന കളി ക്യാമറൂണിനോട് തോറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന്റെ മുമ്പ് 2 കളി ആണുങ്ങളെ പോലെ ജയിച്ചിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായവരെ അത് തോറ്റ വർത്താനം പറയില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങൾ കോപ്പ അമേരിക്ക അടിച്ചതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ മോളിൽ ഞങ്ങൾ ഈ കോപ്പ അമേരിക്ക കുറെ അടിച്ചതാ. 16 മത്സരം തോക്കാൻ വന്നല്ലേ നമ്മള്. വർത്താനം നിർത്തിക്കോ. നമ്മുടെ ആശാം മെസ്സി കോയാടെ വീടിന്റെ വാതുക്ക നിങ്ങളുടെ കൊടി കൊണ്ടെന്ന് കെട്ടണ മര്യാദ. ഇത് പൊതുസ്ഥലത്തുള്ള തെങ്ങുമ്പിലല്ലേ? പൊതുസ്ഥലോടെ ഇത് ഞങ്ങളെ ചൊറിയാൻ വേണ്ടിട്ടല്ലേ, മനഃപൂർവ്വം ചൊറിയാൻ വേണ്ടിട്ടല്ലേ. നിങ്ങൾ ഞങ്ങളെ അർഹതപ്പെട്ടടുത്ത് കെട്ടി അതേപോലെ നിങ്ങളുടെ അഹങ്കാരത്തിന്റെ അബൂബക്കർ ബായി ഉണ്ടെന്ന് നെഞ്ചത്തിട്ട് തന്നത് കാമറൂണ്ടാ. ഞങ്ങള് മനഃപൂർവ്വം തോറ്റു കൊടുത്താടാ, അല്ലെങ്കിൽ ഞങ്ങള് നെയ്മറെ ഇറക്കില്ലേ? നെയ്മറെ ഇറക്കാൻ നന്നായി, അതുകൊണ്ട് മറ്റുള്ളവർക്ക് കളിക്കാൻ പറ്റി. എന്താണ് ഇവൻ ഈ കണ്ടോടത്ത കോടി ഒന്ന് നെഞ്ചും തല്ലി വീണ് 1.5 മണിക്കൂർ കളയൂലേ? എടാ അതൊന്നല്ല, നല്ല കളിക്കാരനെ മനഃപൂർവ്വം കാല് വെച്ച് ചവിട്ടി വീഴ്ത്തിട്ടാണ് അവനൊന്ന് കളിക്കാൻ വിട്ടോക്കെ, അപ്പൊ വിവരം അറിയാം. എന്റെ സൂതേട്ടാ, നമ്മുടെ മിശിഹായുടെ ഗോളുകൾ എന്ന് പറഞ്ഞാലേ കവിതകളാണ്, കവിതകള്. നെയ്മറിന്റെ ബോളൊക്കെ നോക്കണ ബുള്ളറ്റാണ്, ബുള്ളറ്റ്. ഇപ്പൊ കാമറൂണിന്റെ അടുത്ത് കിട്ടിയാലേ എടുത്തോ. നിങ്ങൾ വാങ്ങാൻ എന്റെ കോയൊക്കെ നിങ്ങൾ എവിടെ പോയി കിടക്കാണ്? ഇത് കാണിക്കണണ്ട സൂതേട്ടൻ. നമ്മുടെ കൊടിയുടെ മോളിൽ ആ ലെങ്കോട്ടി വലിച്ചു കെട്ടിയേക്കുന്നത്. എന്തിന് എന്താ ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് ഒരു വിവരം എന്ന് പറഞ്ഞില്ല. ഇതൊരു കേര വൃക്ഷാണ്. ഇത്ര മാന്യമായിട്ടൊരു വൃക്ഷത്തിന്റെ മുകളിൽ ഇത് അർജന്റീനയുടെ കൊടിയും ശരി, ഈ ബ്രസീലിന്റെ കൊടിയൊക്കെ വല്ല കൊന്നയുടെ മുകളിൽ കെട്ടല്ലാണ്ട് നാണം ഞങ്ങൾക്ക്. എന്താ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ അറിയാം ഞങ്ങൾ ഒന്നിനും കൊള്ളാത്ത. ആര് പറഞ്ഞു? നീ അതെ, 5 പ്രാവശ്യം വർത്താനൊന്നും പറയാക്കണ്ട. അപ്പൊ ആൾക്കാർക്ക് എല്ലാവരും ഇത് അർജന്റീന ആഹാരം കളയില്ലെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ മഞ്ഞക്കുപ്പായിട്ട് ഇറങ്ങല്ലേ? ആൾക്കാർക്ക് ഛർദ്ദിക്കാൻ നീലി വെള്ളം ഇത് അർജന്റീനയാണ്. അതന്നെ പറഞ്ഞു നാണാവൂ ഞങ്ങൾക്ക്. ഈ 6 മാസമായ കുട്ടികള് തൂറിയ മഞ്ഞപ്പത് തൂറിയ മാറ്റം ആവശ്യമില്ലാത്ത വർത്തമാനം. അതെന്താ വെച്ചിട്ട് ഒരു ഇത്തിരി പരിഗണന ഞങ്ങൾക്ക് ഈ ടൂർണമെന്റ് കോട്ടച്ചിട്ടാണ് അർജന്റീന കൂടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ 6 മാസമായ കുട്ടികൾ തൂറിയ മഞ്ഞപ്പത് തൂറിയ മാറ്റ കളർ ഇട്ടിട്ട് പുറത്തിറങ്ങരുത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. നിങ്ങൾ ഊരി കളയുങ്ങളേ. നിങ്ങൾ ഈ നീല ഇഷ്ടപ്പെടുന്ന പോലെയാണ് ഞങ്ങൾ മഞ്ഞ ഇഷ്ടപ്പെടുന്നത്. അതിനെ പറഞ്ഞ് നിങ്ങൾ ഈ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മഞ്ഞ ഇഷ്ടപ്പെടുന്ന ഒരു നിങ്ങളാണ്. എന്താ മഞ്ഞ വിവരില്ലാത്തതാണ് ആ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഏത് എടുത്ത് നോക്കി അപ്പൊ മഞ്ഞയില് ഏതാ ഗുണമുള്ളത്? മഞ്ഞപ്പിത്തം ഗുണമുള്ളതാണോ? അപകടമാണ്. മഞ്ഞക്കാർഡ് അപകടമാണ്. ഇനി ഒരു മോശപ്പെട്ട പത്രത്തിനെ കുറിച്ച് വരാൻ ആൾക്കാർ എന്താന്ന് പറയാ, മഞ്ഞപത്രം എന്നാ പറയാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണോ? നിങ്ങൾ ഡയലോഗ് അടിക്കണ്ട. ട്രാഫിക് ലൈറ്റിൽ മഞ്ഞ ലൈറ്റ് കഴിഞ്ഞപ്പോഴേ എനിക്ക് മഞ്ഞ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി പേടിച്ച് തല പൊട്ടി കിടന്നല്ലേ? ആയിക്കോട്ടെ, അപ്പൊ തല പോയാലും വേണ്ടില്ല, മഞ്ഞളി ഞാൻ നിക്കൂല പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ എത്ര പൊട്ട സാധനം വേറെ ഇല്ലാതെ. നിങ്ങൾ ആ സിഗ്നലില് മഞ്ഞക്ക് പകരം നീല വെച്ചോക്ക് അവിടെ നീലചിത്രം ഞാനൊരു കാര്യം പറഞ്ഞേ, നിങ്ങൾ എന്ത് നല്ലത് നോക്കിയോ അപ്പൊ നക്ഷത്രം നീലാണ്. ഈ എന്തൊരു സാധനം നല്ലതുണ്ടെങ്കിൽ അത് നീലാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലത് ഇഷ്ടമല്ല. അങ്ങനത്തെ ആൾക്കാർ ഇവിടെ വെക്കേണ്ടത് ഊരി കൊണ്ടുപോയി
ഞാൻ കാര്യം നിങ്ങൾ ഇത് ഇവിടെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായനശാലയില് നിങ്ങൾ വെച്ചിട്ടുള്ള കൂടറ മീതെ ഞങ്ങൾ സാധനം കിട്ടും. വേണ്ട തർക്കിക്കണ്ട. ആണാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഓസ്ട്രേലിയ ആയിട്ടുള്ള കളി ജയിക്കും. ഓസ്ട്രേലിയ ആയിട്ടുള്ള കളി നിങ്ങൾ ജയിച്ച വായനശാലയിലും ഞങ്ങളുടെ ഈ അർജന്റീനയുടെ കൂടെ ഓസ്ട്രേലിയനെ ജയിക്കുന്നു വിശ്വസിക്കാൻ ഞങ്ങൾ മുമ്പേ അവര് തോറ്റെന്ന് കണക്കാക്കിയ കഥ അല്ല കണക്കാക്കലല്ല. അതൊരു ഇഷ്യൂ അല്ലാതെ ചെങ്ങായി അതെ എന്താണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? അത് ഈ നാട് റോഡിൽ വന്നിട്ട് എന്താ കാര്യം? എന്താണോ കേക്കിന്റെ മാസങ്ങളത് കേക്കിന്റെ വീടിന്റെ ഉമ്മർത്ത് വന്നിട്ട് ബ്രസീലിന്റെ കൊടി കെട്ടേക്കായി വിവരമില്ലാത്ത നോളേജ് ഇല്ലാത്ത അംക്കികള് ആലോചിച്ച് നോക്കാം. അതെ, അയാൾക്കത് വിഷമായില്ലേ? എന്തിനാ അത് ചെയ്തത്? അല്ല മാഷേ, ഇത് കോയയുടെ വീട്ടിലല്ലല്ലോ, പുറത്ത് പബ്ലിക് ആയിട്ടുള്ള ഒരു തെങ്ങല്ലേ, അതിനിപ്പോ അവർക്ക് കെട്ടാങ്കിൽ ഞങ്ങൾക്ക് കെട്ടിക്കൂടെ? തെങ്ങാണ് എന്നുള്ളൊരു ബോധെങ്കിലും ഇവർക്ക് വേണ്ടത്. കേരവൃക്ഷാണ്. ഈ കേരവൃക്ഷത്തിന്റെ മുകളിൽ ഇത്ര വൃത്തി കെട്ട ഒരു കൊടി കൊണ്ടത് കെട്ടാൻ പാടുണ്ടോ? ഞങ്ങൾ പിന്നെ അർജന്റീനയാണ്, ഞങ്ങൾക്ക് എവിടെ കെട്ടാ? ഇത് കാറ്റുപാട്ടൊന്നും ആലോചിച്ചു. നിങ്ങൾ ഇതിന്റെ പേരിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല. ഞാൻ തന്നെ ഇപ്പൊ ഒരടി പിരിച്ചു വിട്ടിട്ടാ വരണത്. ആ ഉണ്ണിയും മന്മഥനും തമ്മില് ഒരാള് ഫ്രാൻസ്, ഒരാള് പോർച്ചുഗല്. ഉണ്ണി കുറച്ചല്ല, അതൊക്കെ പിന്നെ തോക്കാനുള്ള ടീമാണ്, തോറ്റോട്ടാ വിചാരിക്കുക. അതല്ല അതേമാതിരിക്ക് അല്ലല്ലോ അർജന്റീനയുടെ കാര്യം. ആലോചിച്ച് നോക്കുക മാസങ്ങള്. ഒന്നാമത്തെ കാര്യം എന്റെ കുട്ടി വിരമിക്കാണ്. എന്റെ മോന്റെ ഒരു അവസാനത്തെ കളിയാണ്. എന്റെ കുട്ടി പറഞ്ഞു എന്റെ മെസ്സി മോനെ വിരമിക്കാണ്. അപ്പൊ ആ വിരമിക്കണതിന്റെ ഒരു ബഹുമാനം കൂടി നായ്ക്കള് കൊടുക്കണില്ല അല്ല പറയാണ്. ആലോചിച്ച് നോക്കി. അതിലിപ്പോ ഒരു കോടിയല്ലേ ഉള്ളൂ. മാസം പറഞ്ഞാണ് കൂട്ടാക്കി ഒന്നാമത്തെ തെങ്ങുമെന്ന് കേട്ടോ യോഗ്യത നിങ്ങൾക്കില്ല. ആദ്യമേ കെട്ടിയപ്പോ തന്നെ പറഞ്ഞത്. അതെ, നിങ്ങളെ എല്ലാം വലിയ വലിയ ഒന്നിനാത്രം പോകുന്ന മനുഷ്യന്മാരാണ് നിങ്ങള്, അല്ലേ? കുടുംബം നോക്കുന്ന ആൾക്കാരാണ്. വെറുതെ ഈ ഫുട്ബോളിന്റെ പേരിൽ ഇതേപോലെ തമ്മിത്തൽ ഉണ്ടാക്കാൻ പാടില്ല, മോശമാണ്. അതെ സാറേ, ഒരു കാര്യം കൂടി ചെയ്യണം മാസേ. നമ്മുടെ വായനശാലയുടെ അതിന്റെ അവിടെ ഇവര് കൊടി വെച്ചിട്ടുണ്ട്, അത് ഇവരോട് അയക്കാൻ പറയുന്നത്. അത് അയച്ചു കൊടുക്കണം, രണ്ടും കൂടി ഒരുമിച്ച് വെക്കണ്ട. അങ്ങനെ ഇവര് അത്ര വലിയ കളിക്കാരാണെങ്കിൽ ഒരു വാശി കേട്ടായത്. ഇവര് നമ്മുടെ ഓസ്ട്രേലിയ ആയിട്ടുള്ള കളി ഇവര് ജയിച്ചാൽ ഇവര് ഞങ്ങളുടെ കൊടറ മുകളിൽ വേറെ കൊടി വെച്ചോളാം. അർജന്റീനയോട് നിങ്ങളെ കളി പിടിക്കാൻ മാസ് പറഞ്ഞ കാരണം ഞാൻ കേൾക്കണേ. ഇവിടെ ബഹളം ഉണ്ടാക്കരുത്. ഇല്ല, നിന്റെ കൂടെ ഞാൻ ആവശ്യമില്ലാത്ത സുഖം ഒഴിക്ക് പോ. നീ നിന്റെ വീട്ടിലേക്ക് പോക്കോ. ഈ പരിസ്ഥിതിക്ക് കാണിച്ചു തരണേ. ആരോടെ നിങ്ങൾ കളിക്കണേ? കോയൊക്കെ ഇത് അമ്പലത്തിലെ പ്രസാദമല്ലേ? പ്രസാദം നമ്മുടെ മെച്ചിമോന്റെ പ്രസാദാണ്. അർജന്റീനയുടെ പൊന്നു മോനെ. എന്താ കാണിക്കണ? എന്താണ് ആ കൊടി ഏതാണെന്ന് നോക്കിയേ. എന്താ കൊടിക്ക്? നമ്മുടെ കൊടി. ചാറിന്റെ കൂടെ പോയത് അർജന്റീനയുടെ പൊന്നു മക്കൾ കളി ചങ്ങ് ജയിക്കുമല്ലോ. കാൽപന്ത് കളിയില് കേമന്മാരാം നമ്മുടെ അർജന്റീന മക്കൾ. അർജന്റീനയുടെ പൊന്നുമക്കൾ മെസ്സി മോനെ ചക്കരക്കുട്ട. ഇപ്രാവശ്യത്തെ കാൽപന്ത് കളിയിലെ ചാമ്പ്യന്മാരാം നമ്മളല്ലോ. ആ ചോറെടുത്ത് വെക്കട്ടോ. എടുത്തു വെച്ച് ഇങ്ങോട്ട് വാ. വിശന്ന് കാലാണ്. ഓ
അസൂയാണേ, ഒക്കെ അസൂയാണ്. അതുകൊണ്ടൊന്നും നമുക്ക് പേടിക്കണ്ട വാനെ. അല്ലാ ഇജ്ജ് പേടിക്കണ്ട, എനക്കൊരു ഗോളടിക്കാനുള്ള പുഷ്പാഞ്ജലി ചേർന്നിട്ടാ പറഞ്ഞ്. ഗോളറിയണ്ടോ, ഒന്നും വിശ്വാസല്ലേ? എനിക്ക് വിശ്വാസം ഉണ്ട്. ഇജ്ജ് ഗോളടിക്കും. അതിനുള്ള സകല മരുന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്, പേടിക്കണ്ട. താരപ്പം ഇങ്ങനെ തിരിച്ചു വെച്ചേക്കണ. ചോറിനാ നേരത്തെ അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുത്തണ്ടേ? എന്തപ്പത് ഇതെന്തപ്പടം മഞ്ഞപ്പാത്രം അല്ലാണ്ട് ഒന്നും ഇല്ല എനിക്ക് കിട്ടാന്. ആ നീല പുല്ലുള്ള വെള്ള പ്ലേറ്റ് ഉണ്ടല്ലോ, എന്തൊരു കഷ്ടം അത്. കണ്ണില് കാണുന്ന മുഴുവൻ മഞ്ഞയാണ്. ഇതെന്താ ഇത് മഞ്ഞ കൂട്ടാന്, ഇത് മഞ്ഞ, ഇതെന്ത് കൂട്ടാനത് മഞ്ഞ കളറില്? അത് മഞ്ഞ കളർ തന്നെ. ഏയ് ഒക്കെ ആലോചിക്കാൻ വയ്യ. അത് വേണ്ടക്ക് ഈ മഞ്ഞ കൂട്ടാനും വേണ്ട. ഇതെന്താ കൊണ്ടുപോയി അവിടുന്ന്. എന്ത് കളറത്? അവിയല് അവരുടെ ട്രൗസറിന്റെ കളറും പച്ച. ഇത് അവരുടെ ട്രൗസറാണ്. ഇത് ഈ മനഃപൂർവ്വം എന്നെ വേട്ടങ്ങറാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടാനാണിത്, അല്ലാണ്ട് ഒന്നുമല്ല. ഈ മീൻ കൂട്ടാൻ മാത്രം മതി. ഇത് കൂട്ടി കഴിച്ചോണ്ട് ഞാന് വേറെ ഒന്നും വേണ്ടക്ക്. എനിക്ക് കൊണ്ടായിക്കോ അവിടുന്ന്. ഈ മീൻ കൂട്ടാൻ കൂട്ടിയിട്ട് തിന്നോണ്ട്. ഇതെന്ത് മീനാ? നെയ്മീൻ. നെയ്മീനോ? നെയ്മീന്ന് കേക്കുമ്പോ നയമറിന് ഓർമ്മ വരേക്ക്. പണി കാട്ടി വെച്ച അനക്കറിയില്ല, ഇത് ഇഷ്ടല്ലാന്ന്. എത്ര നല്ല മീനുകളുണ്ട് വേറെ. അർക്കുണ്ട്, അത് അർജന്റീന എന്നുള്ളത് മാച്ചുള്ള പേരാണ്. ആന തുടങ്ങണേ. അയില അത് കുഴപ്പമില്ല. ആവോലി അതൊക്കെ മാച്ചുള്ള പേരാണ്. അതൊന്നും മേടിക്കൂല. നെയ്മറിനെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടേക്കപ്പയില്. എന്തിനുള്ള പുറപ്പാടം ചെയ്യും? എനിക്ക് വേണ്ടത് ഇതൊക്കെ ഉള്ള കളറൊക്കെ കൂട്ടാൻ മഞ്ഞയും പച്ചയും. ഇത്തിരി മീൻ കൂട്ടാൻ കൂട്ടാൻ ചച്ചപ്പ അത് നെയ്മറും. വേണ്ട, പച്ചച്ചോറ് തിന്നിട്ട് ഞാൻ വെള്ളം സാധാ ചോറ് തിന്നോണ്ട് മതി. ഇതെന്തപ്പത്? ഇത് എവിടുന്ന എനിക്കിപ്പ ഈ മഞ്ഞ ചുരിദാറ്? അന്നോട് ആരപ്പ് ഇതിടാൻ പറഞ്ഞത്? എവിടുന്ന് എനിക്ക് കിട്ടണിന്റെ സൂറ? ഈ ലോകകപ്പ് ടൂർണമെന്റ് തുടങ്ങുന്ന സമയത്ത് എവിടുന്ന ചെറുത്തോണ്ടിന് ഇതുവരെ കണ്ടില്ലല്ലോ, ഞാൻ എടുത്തിട്ടില്ലല്ലോ. ഇത് ഇതാരാ മേടിച്ചെന്ന്? എനിക്ക് ഇത് നിങ്ങളുടെ അളിയ മേടിച്ചെന്ന്. എന്റെ അളിയനോ? എന്റെ ആങ്ങളാ. അങ്ങനെ പറയോ? ബ്രസീലിന്റെ ആരാധകനാണ്. വേറെ ഇന്ന ചൊറിയാൻ വേണ്ടിട്ട് മേടിച്ചെന്നാ എനിക്ക്. മര്യാദക്ക് മാറ്റിക്കളി സൂറായി. അല്ലെങ്കിൽ തന്നെ വയ്യാതെ നിക്കാണ്, വയ്യാതെ ഉണ്ടാക്കിയതാണ് ഞാൻ അതൊക്കെ. അജ് ഉണ്ടാക്കണ്ട, ഇജ്ജ് ഇന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇതൊന്നും ഉണ്ടാക്കണ്ട. ഇജ്ജ് മാറ്റിട്ടെ, ഇജ്ജ് മാറ്റിട്ട് മതി. പോ, എന്നിട്ട് ഞാൻ കഴിക്കണല്ലോ. ചെല്ലി അയക്കൊന്നുമില്ല. ഇജ്ജ് മാറ്റിട്ട് ഇത് മാറ്റിയിട്ടുള്ള കളിയുള്ളൂ. ഇനി ഒരു കുഴപ്പമില്ല. ഇജ്ജ് മാറ്റി ആ ഈ എപ്പിട്ടാലും വേണ്ടില്ല. അത് മാറ്റി. ഈ പച്ച മഞ്ഞൊന്നും ഇവിടെ വേണ്ട. മാറ്റി. എന്ത് ഇത് അവരുടെ ട്രൗസറിന്റെ കളറല്ല ഇത്. ഇത് നോക്ക്. ഇതണ്ടാ ക്യാപ്റ്റൻ ബാൻഡാണ്. അതാണ് ഈ പച്ച. ഇതണ്ടാ കൈ നോക്ക്. ആ പച്ചയാണിത്. ജിന്നു ഉപദേശിക്കാണ്ട് ഇജ്ജ് മാറ്റി. മാറ്റിട്ട് പോയോ? ഒന്നുമില്ല. ഇജ്ജ് പോയി മാറ്റത്. മുത്തേ അറിയാണ്ടാണ് കേട്ടോ ഓൾക്ക്. ഓൾക്ക് ഒരു വിവരം എന്ന് പറഞ്ഞില്ല, ബോധം എന്ന് പറഞ്ഞ ഓൾക്കില്ല. അതുകൊണ്ട് സംഭവിച്ചു പോണാണ്. ഹലോ, ഇത് നമ്മൾ പറഞ്ഞ അളവിലല്ലല്ലോ ഈ ഫ്ലെക്സ് നീ അടിച്ചേക്കണേ. ഉണ്ണി ഈ രണ്ടടി കുറഞ്ഞിട്ട് ഒന്നും പറയല്. ഇത് നല്ല വ്യത്യാസമുണ്ട്. നമ്മളന്ന് അളന്നപ്പോ വേണ്ട അപ്പുറം വരെ പോയി നിന്ന് ഇപ്പുറം വരെ വന്ന് നിന്നാണ്. 5ക്ക് 10 ഞാൻ പറഞ്ഞത്. കുറച്ചു ഇനി. കാരണം നമ്മള് നല്ല നട്ടുച്ച സമയത്ത് ഈ ഫ്ലക്സ് അടിക്കാൻ പോകുന്നത്. അപ്പൊ നല്ല ദായിക്കുണ്ടായി. ഒരു ചായ കുടിക്കാൻ ഹോട്ടലിൽ കയറി. ഉച്ചയ്ക്ക് ചായ ഇല്ല, ഒരു ബിരിയാണി കഴിച്ചു. അപ്പൊ അതിന്റെ പൈസ കുറയും. ആ കാശല്ലെങ്കിൽ വെച്ചോണം. ഇത് എനിക്കറിയാതെ പോയി ചെയ്യാൻ. ഞാൻ പോകേണ്ടത് ഞാൻ പോയില്ലെങ്കിൽ ഇതൊക്കെ കുഴപ്പം. ഞാനൊരു ഉപകാരം ചെയ്താ. ഇതെന്താ നിനക്ക് വായിക്കാൻ അക്ഷരം അറിയില്ലേ? ഫ്ലക്സ് അല്ലേ? ഫ്ലക്സ് ആണല്ലോ, എഴുതിക്കണ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇന്ത്യൻ ടീമിന് അഭിനന്ദനങ്ങൾ. എന്താ ഒന്നും അറിയില്ലേ? കളിയെ പാടുന്നേ വല്ല വേറെ ഏതെങ്കിലും രാജ്യക്കാർ കളിക്കുമ്പോ അറിയാം നിനക്കല്ല. ഇന്ത്യൻ ടീം എന്തെങ്കിലും കളിച്ചാൽ വല്ല വിജയിച്ചാൽ ഒന്നും അറിയില്ലടാ. നീയല്ല എല്ലാം വേറെ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് നടന്നോ? എന്താ എന്റെ പ്രശ്നം? എന്തായാലും മാറ്റണോ ഇവിടുന്ന്? പിന്നെ നീ അങ്ങനെ മാറിപ്പോ. കൊടുക്കട്ടാ? വേണ്ട, ഓട്. അങ്ങനെ പോ. കുറെ ആൾക്കാർ നമ്മുടെ കേന്ദ്രത്തിന് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും കേരളം കൊണ്ടുവരും എന്നുള്ളത് തീരുമാനമായിട്ടോ. ആരെ?
അർജന്റീന ടീമിനെ അവര് വരാന്ന് സമ്മതിച്ചോ? ഇല്ല സമ്മതിച്ചിട്ടില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നമ്മൾ കേരളത്തിൽ നിന്ന് കത്ത് വിട്ടിട്ടുണ്ട്. വരാതിരിക്കൂല ഉറപ്പായിട്ടല്ലേ പോയി. നോക്കിയിരുന്നത് ഇപ്പൊ വരും. എന്ത് വെഡിത്താണ് നിങ്ങൾ പറയണത്? ഇത്രയും കാശ് ചിലവായി കൊണ്ടുവരാം. ഒന്നാമത് ഇവിടെ ശമ്പളം കൊടുക്കാൻ കാശില്ലായിരിക്കാം സർക്കാരിന്. മദ്യത്തിന് വില കൂട്ടും. ലോട്ടറി അർജന്റീന 60-50. അതെല്ലാം പോരായിട്ട് ഈ ഒരു ഇവരെ കൊണ്ടുവരാൻ വേണ്ടി വേണമെങ്കിൽ ഇനി പെറ്റിയുടെ എണ്ണം കൂട്ടും, ക്യാമറയും കൂട്ടും. മന്മത അത് പറയണ്ട. നമുക്ക് സർക്കാരിന്റെയും ജനങ്ങളുടെ 10 പൈസ വേണ്ട. സ്പോൺസർമാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ പൈസ വെച്ചിട്ട് കൊണ്ടുവരും. പിന്നെന്താ എന്താ തലാട്ടണേ? അയ്യോ എന്റെ ചങ്ങായി കൊണ്ടുവന്ന് പറഞ്ഞ കൊണ്ടുവരാൻ അതിനൊരു സംശയം എനിക്ക് വേണം. കൊണ്ടുവന്നൊന്ന് കണ്ടാ മതി. ഇത് കണ്ട, ഇത് നോക്ക്. ഇനിയിപ്പോ കുവൈറ്റായിട്ടുള്ള കളി ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3ാമത്തെ കപ്പാണ് നമ്മുടെ നാട്ടിലോട്ട് വരാൻ പോണത്. ലോക്കല് കാര്യം പറയണം, ഞങ്ങൾ ഇന്റർനാഷണൽ കാര്യം പറയണം. 2047 ഞങ്ങളുടെ ലക്ഷ്യം. എന്തിന്? 47 വേൾഡ് കപ്പ് ഞങ്ങളുടെ പിള്ളേരിവിടെ കൊണ്ടുവരും. അർജന്റീനയിൽ പോയി കട്ടെടുക്കേണ്ടി വരും. കാണാം. നീയൊക്കെ ഇങ്ങനെ വേറെ രാജ്യക്കാരെ പ്രോത്സാഹിപ്പിച്ച് നടന്നടാ. ചോറ് ഇവിടെ കൂറ അവിടെ. കള്ളഹിമാർ എന്നെ കണ്ടിട്ട് മുങ്ങിയതാണ്. ഓന്റെ പെണ്ണുങ്ങൾ പെരയിൽ പ്രസവിച്ച് കിടക്കുക. അറിയാം നിങ്ങൾക്ക് അവിടെ ഒരു ഇത്തിരി നേരം കുത്തിരിക്കാനുള്ള ഒരു മനസ്സൊന്നും തോന്നില്ല. ഒരു ഭർത്താവല്ലോ. അല്ല, അർജന്റീന ഇങ്ങോട്ട് കൊണ്ടുവരാൻ നടക്കുക മെസ്സിയെ. ആ മെസ്സി കൊണ്ട് വരട്ടെ. അതിന് കാത്തിക്കോ. മെസ്സിനെ എനിക്കൊന്ന് കാണണം. 2 വർത്താനം എനിക്കും പറയാണ്ട് മെസ്സിനോട്. എന്തേ? നിന്റെ മോളെ തോതിലാക്കിയത് മെസ്സിയാണ്. ആ മെസ്സിയാ? ഓന്റെ പേരും പറഞ്ഞിട്ടല്ല അവനും പിരാന്ത് കളിച്ച് നടക്കണേ. പിന്നെ ഓനല്ലേ ഓന്റെ എതിരെ കേസ് കൊടുക്കും ഞാൻ. ഓനെതിരെ മെസ്സിക്കെതിരെ അത്രത്തോളം എന്റെ കുടുംബത്തിന് ദ്രോഹം ഉണ്ടാക്കിക്കണോ. ഞാൻ ഓന്റെ പുറകിൽ പോയിക്കോ. ഓനെ കിട്ടണം. പെട്ടാ കൊയാ. ഇതുപോലുള്ള കോയമാര് കാരണം പാവം മെസ്സി എന്തോരം പ്രാക്ക് കേൾക്കണുണ്ടാവുന്നു. അല്ല മൻവേട്ടാ, എനിക്കൊന്നും മനസ്സിലായിട്ടാ പറഞ്ഞത്. നിനക്കതൊന്നും മനസ്സിലായില്ല. അത് വിട്ടാരാ. നിനക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ഇത് അടിച്ചതിന്റെ ബാക്കി പൈസ ഉണ്ടല്ലോ, നീ ബിരിയാണി കഴിച്ചില്ലേ, ആ പൈസ ഇങ്ങതാ. അതിനെ കുറിച്ച് സംസാരിക്കാം. എനിക്കത് ചിന്തിച്ചു. കഷ്ടപ്പെട്ട് സാധനം കൊണ്ടുവന്നില്ല. എന്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് അടിച്ചാൽ നമുക്ക് അത് ആ കണക്കൊന്നും നോക്കാം. ഇവിടെ കാൽക്കുലേറ്റർ ഉണ്ടോ കടയിൽ? നീ വാ, ഇവിടെ കാൽക്കുലേറ്റർ ഉണ്ട്. കണക്കെല്ലാം ക്ലിയർ ആക്കിയിട്ട് മതി ബാക്കി കാര്യം. ചേട്ടാ കാൽക്കുലേറ്റർ ഇനി വന്നേ. ഉണ്ടാ ഈ ഗേറ്റ് എപ്പോഴും പൂട്ടിയിടണം എന്ന് പറഞ്ഞാല് കേൾക്കൂല. ഇതിങ്ങനെ മലത്തിയിട്ടിട്ട് കണ്ട നാട്ടുകാർക്ക് മുഴുവൻ കയറി വരാൻ ഭയം ഒരുക്കണം. ഒരു ചെറുപ്പക്കാരി ബോൾ. ആ ശരി. എടേ ഓനേടെ പാപ്പ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? എന്ത് പറഞ്ഞു ഈ ഓനേടെ പോയിക്കണ്. ഓന്റെ ആ പോസ്റ്റടിക്കുന്ന ഗോളില്ലേ, എന്താണ് അതിന് പറയല്? ഗോൾ പോസ്റ്റ്. ആ ഗോൾ പോസ്റ്റ് അങ്ങ് എടുത്തോണ്ട് വരും. ഓന്റെ കളി ഞാൻ നിർത്തി കൊടുക്കാം. അലാഖിലെ കളിയാണ്. എത്ര തവണയാ പറയാന്ന് വെച്ചിട്ടാണ്. എത്ര നടത്താൻ ഞാൻ അങ്ങോട്ട് നടക്കലായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കാൻ എത്ര കായാണോ ചെലവാക്കിണ്ടാവുക. കള്ള നായി കൊണ്ടാ ഇത് ഒന്നുമില്ലേ എന്റെ കാണാൻ. ശരി കാല് പോകും. ഇത് ഇരുമ്പിന്റെ അനിയില്ലേ ഇത്? ഞാൻ മുള കൊണ്ട് ഉണ്ടാക്കിയാന്നാ വിചാരിച്ചേ. ആ ബോളെവിടെ? അവിടെ ഉണ്ട്. ബോൾ എടുത്തോണ്ട് വരും. 2 കഷ്ണാക്കും ഞാൻ ആ ബോള്. അവളുകൊണ്ടാണല്ലോ അങ്ങനെ വല്ലാണ്ട് കളിക്കണേ. ഫുട്ബോൾ വേറെ ഒരു കളിയില്ലല്ലോ ഇവിടെ. കൊടികളടെ അവിടെ എടുത്തോണ്ട് അതിന് എന്റെ വാപ്പോണ്ട് വരുമോ? നിങ്ങൾ കൊണ്ടുവന്നോ? എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ടാക്കി തീരിയാനാണോ 2 കഷ്ണാക്കി ഇട്ടാളൂ. ഓൻ പഠിക്കട്ടെ. ആളായി ഞാൻ കളിക്കരുത് ഇനി ഫുട്ബോള്. അല്ലാന്ന് ഒരു കുട്ടി ഉണ്ടായതാണ്. അതിനെ 4 അച്ഛനെ പഠിപ്പിക്കാൻ വിട്ടാല് അതിനൊന്നും സമ്മതിക്കൂല. കൊണ്ടോ 2 കഷ്ണം ഞാൻ നാപ്പേ. ഞാൻ അത് മുറിക്കാൻ പോവുകയാണ്. എന്തായി മൂപ്പര് വരുമ്പോ ഇനി ഓനെങ്ങനെ വല്ലാണ്ട് ഏനാദിക്കണ്ടാക്കി കേട്ടോ. ഇത് ഓന്റെ കാലോണ്ടേ ഓൻ ഈ പന്ത് തട്ടണ്ട. തേങ്ങ പെട്ടണ വരെ ഞാൻ പെട്ടും. ആ ടൈമിങ് നോക്കിയണ്ട. ഇങ്ങോട്ട് വായി. അന്റെ കാത്തുക്കണേ. ഇങ്ങോട്ട് വാ. എന്ത് ബരവാണിത്. നേടിമാരിയാ വരുന്നേ. എന്താണ് സുഖൂറ? ഇങ്ങോട്ട് വാ.
ബാപ്പനെ പോലെ കൊടി കുത്തി നടക്കണമായി. അല്ല നിങ്ങൾ എന്താ കാട്ടണേ? എന്താ കാരണം തല്ലിപ്പോ ഞാൻ വെട്ടി രണ്ട് കഷ്ണാക്കാൻ നിൽക്കുകയാണ്. ഇത്ര വിവരല്ലേ? ഒരു ഫുട്ബോളിന്റെ മുകളിൽ വെട്ടോത്തോണ്ട് വെട്ടാ നെറുന്തല പൊളിഞ്ഞു പോകും. എന്തെങ്കിലും കാട്ടണേ എന്നോടുള്ള ദേഷ്യത്തിന്? അന്നോടുള്ള ദേഷ്യം. ആ ചെക്കനെ എന്തിനാണ് അവള് അംഗൻവാടി കൊണ്ടാക്കണേ? എന്തിനാ കൊണ്ടാക്കണെന്ന് തന്നെയാണ് ഞാനും ചോദിക്കണേ. എന്തിനാ കൊണ്ടാക്കണേ? അല്ല ഓള് കൊണ്ടാക്കി തിരിച്ചു കൊണ്ടുവരിക. അല്ലാണ്ട് പിന്നെ അല്ലാണ്ട് കുട്ടീനെ നേരെ ചൊവ്വ ഒരു നല്ല രീതിയിലേക്ക് പഠിപ്പിച്ച ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടി നോക്കുമ്പോ നിങ്ങൾ കൊണ്ടായിട്ട് ഇവിടെ ഉപ്മാവും ചായയും കൊടുക്കാൻ കൊണ്ടുപോയി. നാട്ടിലെ കുട്ടികൾ മുഴുവൻ അംഗൻവാടിയിലല്ല പോണത്, വേറെ എവിടെയാ പോണേ? അപ്പൊ കണ്ട നാട്ടിലെ കണ്ട കുട്ടികളല്ല എന്റെ കുട്ടി. എന്റെ കുട്ടി മെസ്സി, ജൂനിയർ മെസ്സിയാണ്. ജൂനിയർ മെസ്സി നിങ്ങൾ ചോദിക്കണമെന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എന്റെ കുട്ടി ഒരു നല്ല നിലയിലേക്കാവാൻ വേണ്ടിട്ട് ഒരു 2 ബോൾ അവന്റെ കൂടെ ഒന്ന് തട്ടാൻ പറ്റുമോ? എന്റെ അമ്മോനെ വിളിച്ചോ? കാതറില്ലേ ഓരോ വിളി ഇന്ന കിട്ടൂല. സൂറ ഞാൻ പറഞ്ഞേ ഇനി പേരും പറഞ്ഞ് ഇന്നും കൊണ്ട് വിളിക്കരുത് കേട്ടോ. അതിനോട് ഞാൻ പറഞ്ഞു എനിക്ക് അനുഭവിച്ചോ. അനക്ക് യോഗാണത്. ബാപ്പനെ പോലെ ആവരുത് സുക്കർ. എന്നോട് ഞാൻ പറഞ്ഞിരിക്കണേ കേട്ടോ. കുട്ടിക്കന്നെ ദേഷ്യം വന്നേ. കാര്യം നോക്കി പോയിക്കോളി നിങ്ങൾ. കളിക്കാരനാവാൻ നിക്കണ്. 4 അക്ഷരം പഠിച്ചാ നോക്ക് കേട്ടോ. സ്വഭാവം എന്താന്നല്ലേ പറഞ്ഞു കൊടുക്കുക അങ്ങട്. ഇതിന്റെ ഉള്ളിലേക്ക് തട്ടിയ ഇതിന്റെ ഉള്ളിലേക്ക് തട്ട്. ഫുട്ബോൾ തട്ടടാ, കാലുകൊണ്ട് തട്ട്. ഇവിടെ ഒക്കെ ഇങ്ങനെ തട്ട്. നിങ്ങളെ പോലെ തന്നെ ഓനെ എങ്ങനെ ആക്കി എടുക്കൂ. പടച്ചറബ് ഒരൊറ്റ എണ്ണത്തിന് ഇവിടെ വിവരമില്ലല്ലോ. എന്താ എങ്ങനെ ഞാൻ എന്റെ കുട്ടീനെ ഒന്ന് കളി പഠിപ്പിക്ക? ഇങ്ങോട്ട് വാടാ. ദാ ഇവിടെ വെക്ക്. ഇതണ്ടാ ഇവിടുന്ന് ഇങ്ങനെ തട്ടണം പോസ്റ്റിലേക്ക്. തട്ട്. എന്താ തട്ടാ? ഒന്നുമില്ല. അല്ല ഞാൻ ഒരു കാര്യം പറട്ടെ. നിങ്ങളോട് ഈ പടി ഉമ്മറങ്ങോട്ട് കയറരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. നിങ്ങൾ എന്ത് കാര്യത്തിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കണേ? എന്താ കോയ നീ എന്താ ഈ പറയണത്? ഞാൻ ഈ പഞ്ചായത്തിലൊരു മെമ്പറല്ലേ. അതിന് നിങ്ങളോട് ഞാൻ പറഞ്ഞോ ഇവിടെ റോഡ് നേരാക്കി തരണമെന്ന്? നിങ്ങളോട് ഞാൻ പറഞ്ഞോ ഈ പോസ്റ്റിലത്തെ കംപ്ലീറ്റ് ലൈറ്റ് മാറ്റണമെന്ന്? നിങ്ങളോട് ഞാൻ പറഞ്ഞോ പോയ അന്നാക്കണമെന്ന്? നിങ്ങളോട് ഞാൻ പറഞ്ഞോ വേറെ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ചെയ്യണമെന്ന്? ഒറ്റ കാര്യമല്ലേ ഞങ്ങളോട് പറഞ്ഞല്ലോ. മെസ്സിനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. എന്നിട്ട് നിങ്ങൾ കൂട്ടാക്കിയോ? മെസ്സിനെ അന്ന് പറഞ്ഞെന്ന് ഞാൻ അതിനെ ശ്രമിച്ചോണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നപ്പോ മെസ്സിനെ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അന്ന് എന്റെ കുട്ടീനെ വിശേഷമായിട്ട് ഇരിക്കുകയാണ് എന്റെ പെണ്ണ്. അല്ലേ? അത് നിങ്ങൾക്കറിയില്ലേ? സൂറ വിശേഷമായിട്ട് ഇരിക്കാണ്. അന്ന് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പൊ എനിക്ക് 3 വയസ്സായി. ഇതുവരെ നിങ്ങൾക്ക് മെസ്സിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? മെസ്സി ഇപ്പൊ കേരളത്തിലേക്ക് വരാൻ പോവുക. അതൊന്നും അറിഞ്ഞില്ലേ? വരില്ല എന്നാ പറഞ്ഞ. ഓമ്പടെ വന്നിട്ടില്ലെച്ചെങ്കിൽ ഇതാ എന്റെ താടി ഇതുവരെ എത്തൂട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഞാൻ സേവ് ചെയ്യാണ്ട് നിൽക്കാണ്. അപ്പൊ ഒന്നും അറിഞ്ഞില്ല പോലെ. എന്താ അടുത്ത ഇലക്ഷൻ വരുന്നതിന്റെ മുമ്പ് മെസ്സിനെ ഇവിടെ കൊണ്ടുവരാന്നും പറഞ്ഞ് ഞാൻ നേരിട്ട് മെസ്സിനെ വിളിച്ചില്ലേ? ആര്? നിങ്ങളോ? പിന്നെ എങ്ങനെ നിങ്ങൾ വിളിച്ചു? ഞാൻ മെസ്സിനെ കൊയ്റോമോസെ മെസ്സി ഫോർ ഫവർ ഡാനോസെ മെസ്സി ഇങ്ങനെ ഞാൻ സ്പാനിഷ് ഭാഷയിൽ ഫോൺ ചെയ്ത് അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഇത് മെസ്സിനോട് പറഞ്ഞോ? മെസ്സിനോടല്ല, മറ്റേ ലോക ഫുട്ബോൾ ടീമില്ലേ മെസ്സി ടീം, ആ മെസ്സി ടീമിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ മറക്കണ്ട. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞു. അടുത്ത ഇലക്ഷന് നിങ്ങൾക്ക് ഒരു പുതിയ മുദ്രാവാക്യം വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതിന്റെ പേരിൽ ചിലപ്പോ കാര്യങ്ങൾ നടക്കും. എന്താ? മെസ്സി വരും, എല്ലാം ശരിയാവും. ഈ കബഡി വെച്ച് കളിക്കാണ്ട് കാര്യം പറയും. ശനിയൊരു അപകാരം ഉണ്ടായിരുന്നു, അത് ഒഴിഞ്ഞു പോയി. ആരെ? മെസ്സിയുടെ? മെസ്സിയുടെ അല്ല, മെസ്സിക്ക് ശുഭമായിട്ടുള്ള അവസ്ഥ വരാൻ പോകുന്നു. വിചാരിച്ച കാര്യം സാധിക്കും. ജയിക്കല് ഗോളടിക്കലാണല്ലോ, അല്ലാണ്ട് വേറെ ഒന്നും അല്ല. അയാൾ വരണല്ലോ. അതെ, വല്ല ഗോളടിക്കാനോ? അതെ രാഘവട്ട, മെസ്സി വരും. മെസ്സി വന്നു കഴിഞ്ഞാല് ഇന്റെ കൂടെ എന്നിട്ടൊരു ഫോട്ടോ എടുക്കുമെന്നുള്ളത് നിങ്ങളാ അതിന് പറയാൻ പറ്റുമോ? എന്റെ താടി ഇങ്ങനെ വളർന്നു വരികയാണേ. മെസ്സിന്റെ ജാതകം കിട്ടും. കല്യാണം ആലോചിക്കാനാ? അല്ലല്ല, അത് ജാതകം ഉണ്ടായാലേ വിളിച്ചിട്ട് വേഗം പറയാൻ പറ്റും. ഈ മെസ്സിയുടെ ജാതകം അത് ആരോടൊപ്പം ചോദിക്കുക? അല്ല, അതല്ല, ഓനിപ്പം കളീന്റെ വയ്യായിരിക്കുമല്ല. ആര്? മെസ്സി.
അപ്പൊ ഓള് ചോദിച്ചാൽ കിട്ടും. കാരണം അവര് കല്യാണത്തിന് ഈ ജാതകം കൂട്ടി കിട്ടിയിട്ടുണ്ടാവില്ല, ഈ മെസ്സിന്റെയും ഭാര്യന്റെയും. ആ ഓളെ അമ്മാന്റെ മറ്റൊരു നമ്പർ കിട്ടുവാ, ഓളെ അമ്മാന്റെയോ ഇളയച്ചന്റെയോ അങ്ങനെ. അല്ല അമ്മായിനോട് ചോദിച്ചാലോ, ഇളയമ്മന്റെയോ മെസ്സിന്റെ. എന്നാ അത് അവരുടെ അടുത്തുണ്ടെങ്കിലും മതിയല്ലോ നമുക്ക്, അല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചു തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയണം. വേറെ രാജ്യമായിരുന്നേ. അതെ, വേറെ രാജ്യമാണ് അവിടെ. നമ്മുടെ ഇവിടെ വെച്ചാൽ അതെ നിങ്ങളാ ഇതൊന്നും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തരാൻ നമുക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ആ അത് പറയും. അപ്പൊ അവരുടെ അമ്മായിയുടെ അടുത്ത് എങ്ങനെ നമ്മള് ഇളയമ്മയോ അങ്ങനെ അടുത്ത ബന്ധുക്കളാകുമ്പോ അവർക്ക് ജാതകടെ വെച്ചിട്ടുള്ളതെല്ലാം മനസ്സിലാവുകയും ഉണ്ടാവും. അത് കിട്ടണമായിരുന്നു. പറയാൻ പറ്റിയ ആൾക്കാരില്ല, അതാണ്. ഭാര്യാപിതാവിന്റെ അടുത്ത് ഉണ്ടാവും, അമ്മാന്റെ അടുത്ത്. എങ്ങനെ അയാള് കല്യാണത്തിന് ഈ ജാതകക്കുറിപ്പെല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ടാവില്ല. അതുണ്ടാവും. അത് എനിക്ക് മറന്നുപോയി. അത് അന്വേഷിക്കുന്ന വേഗം ശരിയാവരും. എന്നാലിപ്പോ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാലേ കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ആയിക്കോട്ടെ. എന്നാ പിന്നെ ദക്ഷിണ വെച്ചിട്ട് അല്ല ഇത് കിട്ടുമോ നോക്കട്ടെ. ആധാരം അല്ല മറ്റേത് ജാതകം അല്ല, ഈ ഇതിന്റെ ദക്ഷിണയോടെ വെച്ചിട്ട്. അല്ല രണ്ടും കൂടി ഒരുമിച്ചേ. അല്ല അപ്പൊ ഞാൻ ഈ ചടങ്ങിലേക്ക് നീങ്ങിയല്ല, അപ്പൊ അതിന്റെ ദക്ഷിണ വെക്കണ്ടേ? അതെ, എന്റെ ഒന്നുമില്ല. അല്ല ഇപ്പൊ നിനക്കിപ്പോ ഒരു തിരി വെളിച്ചെണ്ണല്ലേ ചെലവായിട്ടുള്ളോ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഉള്ള തന്നെയല്ലേ. കാരണം നഷ്ടമൊന്നുമില്ല. ഞാൻ എന്തായാലും കൊണ്ടുണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പേ കേട്ടോ. എന്നാ ശരി. ഇനി ഈ കാര്യം പറഞ്ഞ് നീ ഇങ്ങോട്ട് വാക്കാ, ഞാൻ കാണിച്ചു തരാം. തേങ്ങര മൂട് രാവിലെ തന്നെ വന്നിട്ടും. ആ പ്രസാദം മെസ്സി വരണുണ്ടല്ലോ ഈ മാസം. നിങ്ങൾ എവിടത്തെ ആളാണ്? കൊച്ചിയിലാണ് മാച്ചേ. പിന്നെ ഇല്ലിൽ ഖത്തറിനൊക്കെ കിട്ടിയ ഭാഗ്യമല്ലേ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയേക്കണത്. ശരി എന്നാ ഞാൻ വെക്കാം. അത് മതി. എന്താണ് ഓനിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താടി അങ്ങടെ അപ്പിറങ്ങും. ഇതിനത് ആയുസില്ല. നീ മെസ്സി ഏതായാലും ഇവിടെ വരാൻ തീരുമാനിച്ചു. ഈ മെസ്സി ടീം ഇവിടുന്ന് ആരോടാണ് കളിക്കല്? മെസ്സി എവിടെ വരണത്? ഇന്ത്യയിലല്ലേ? അതെ, ഇന്ത്യയിൽ വരുമ്പോ പിന്നെ ഇന്ത്യയായിട്ടല്ലേ കളിക്കണ്ടേ? പിന്നെ വേറെ ആരോട് കളിക്കുക? അർജന്റീന ഇന്ത്യയും കൂടി കളിച്ച എന്തായാലും പിരിയും. എന്റെ മന്മത, ഇത് ഇന്റർനാഷണൽ മാച്ചാണ് നടക്കണത്. സെവൻസ് അല്ല കണ്ടത്തിൽ നടക്കണ പോലെ. അവർക്ക് മുട്ടാൻ പറ്റിയ ഇന്റർനാഷണൽ ടീമിനെ കൂടിയാണ് മാച്ച് നടക്കുന്നത്. പറഞ്ഞു 100%. ഞാൻ ആലോചിക്കണേ, 150 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ നിന്ന് ഒരു 11 മിടുക്കന്മാരായ മെസ്സിമാരെ കണ്ടെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. ഞാൻ പറയാച്ച ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് ഇതാ എന്റെ മോന്റെ പ്രായമില്ല, ആ പ്രായത്തിലുള്ള ഒരു 10-11 കുട്ടികളെ ഇങ്ങോട്ട് എടുക്കുക ഇവിടെ. എന്നിട്ട് അങ്ങോട്ട് നേരെ അങ്ങോട്ട് പറഞ്ഞു വിടുക. അങ്ങോട്ട് സ്കൂൾക്കല്ല വിട്ട തീർന്ന് കത്തികളി കഴിഞ്ഞ് ആ കുട്ടികളെ ഇവിടുത്തെ യാതൊരു കാര്യം അറിയിക്കാണ്ട് നേരെ അങ്ങോട്ട് അർജന്റീനയിലെ കൊണ്ടുപോയി ഇറക്കുക. അവിടെ ഫുട്ബോൾ ഇതിനുള്ള എല്ലാ സംവിധാനം അവർക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. അവിടുത്തെ കളി, അവിടുത്തെ കോച്ചിങ്, അവിടുത്തെ ഭക്ഷണം, എന്നിട്ട് ഇങ്ങോട്ട് പുലിക്കുട്ടികളായിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങടാ കൊണ്ടുവരിക. എന്നിട്ട് അങ്ങോട്ട് ഇറക്കുക ലോകകപ്പ് ടൂർണമെന്റില്. പൊരിക്കൂലേ? അല്ല ഇപ്പൊ എന്താണ് കളി കാണാനുള്ള സെറ്റപ്പ്? അല്ല ഞാനെന്തായാലും സെറ്റപ്പായിട്ട് പോവാനുള്ള ഒരു പരിപാടിയിലാണ്. എങ്ങാട് പോയ? ഞാൻ എന്റെ ഭാര്യയും കുട്ടിയൊക്കെ ആയിട്ട് പോവും. അങ്ങോട്ട് ചെല്ലി. എന്തേ കളി കാണാൻ പോണെന്നാ? എന്റെ പോയ അവിടെ കേറണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണ്ടി ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. ഒരാൾ ഒറ്റയ്ക്ക് പോവാൻ നോക്കും. ഈ കുടുംബമായിട്ടൊക്കെ പോയാൽ നല്ല പൈസയാവും. എന്താ പറഞ്ഞ മന്മതക്കിന്റെ കുട്ടീനൊന്ന് കാണിക്കണ്ട. അടുത്ത മെസ്സിയാണ്. അതെ, കാണിക്കണില്ല. ഞാനിന്ന് വായിച്ചത് 100 കോടി രൂപയാണ് അവര് ചെലവാക്കണത്. ഒരു വീട്ടുകാരോ? ഒരു വീട്ടുകാരല്ലേ ഈ മാച്ച് നടത്താൻ വേണ്ടിട്ട്. അപ്പൊ അവർക്കത് മുതലാകണ്ടേ? ഒന്ന് കൂടെ നിന്ന് ഫോട്ടോ എടുക്കണതിനും വീഡിയോ എടുക്കണതിനൊക്കെ എന്തോ 50 ലക്ഷം രൂപയുടെ ടിക്കറ്റ് എടുക്കണമെന്നാ പറയണ. 50 ലക്ഷത്തിന്റെ? അപ്പൊ നീ പോണെങ്കിൽ ഉണ്ടല്ല, ഒന്നിലെ വീട് വിൽക്കേണ്ടി വരും. അല്ല നിനക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റൂല. പോണതൊക്കെ കൊള്ളാം.
ഓ എവിടെ മെസ്സിയെ ഓളുടെ കുപ്പായം വരെ ആ വേണ്ട. അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ കൊറേ നേരമായാലും തുടങ്ങിയിട്ട്. എന്ത് തുടങ്ങിട്ട്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ എനിക്ക് മനസ്സിലായത്? കണ്ട ഓൻ പറയണ കേക്ക് എടുക്കണ്ടാന്ന്. എന്തെടുക്കണ്ടെന്നാവെന്ന് ഓൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാന് അതെ കളിയാ എന്താണ് എന്ത് എവിടെ കളിക്കാൻ പോണു നിങ്ങള്? ഏത് നിങ്ങൾ എവിടെ പോണ്? എന്തിനപ്പാ എന്തിനാണ്? ഇതൊന്നും എന്റെ കാര്യം നോക്കി നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്ര കാലം നിങ്ങൾക്ക് മെസ്സി ജയിക്കണം ജയിക്കണം എന്നായിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പൊ മെസ്സിനെ കണ്ടാലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇങ്ങോട്ട് വരണോ? എന്നാ പിന്നെ ഈ വീട്ടിൽ വന്ന് നിക്കാൻ പറയോ ഓനോട്? വീടും കൂടിയുണ്ട്, 10 ഏക്കറ സ്ഥലമുണ്ട്, 4 നില കെട്ടിടുണ്ട് പറഞ്ഞിട്ട് ഓന്റെ അടുത്തൊന്ന് ഇരിക്കാൻ കിട്ടുവോ? ഓന്റെ കൂടെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? മോദനാ പോയിക്കോട്ടെ, മെസ്സിയുടെ ഒരു ഒപ്പാണ് കയ്യിൽ കിട്ടുന്നത്. അത് മനസ്സിലാക്കി. അല്ല നിങ്ങളപ്പൊ എന്താ പറയണത്? ഇതൊക്കെ വിറ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ മെസ്സിനെ കാണാൻ പോവാന്നോ? വിക്കണ്ടാച്ചാ ഉപ്പ തന്നെ. എന്തിനാ വിക്കണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എക്ക് മെസ്സിനെ കാണണോ? മെസ്സിയുടെ ഒരു ഒപ്പം മേടിക്കണോ? അതന്നെ ഓന് നാടല്ലേ ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വന്ന ഒപ്പം ഇട്ട് കഞ്ഞി കുടിച്ച് പോവാൻ വേണ്ടി. ഓനക്ക് ഇവിടെ നിന്നും വരണ്ട ഒരു കാര്യമില്ല. അത് മനസ്സിലാക്കി. എന്താ ഈ വിളിച്ചേരി? എന്റെ പാപ്പ വിളിച്ചതൊക്കെ അവിടെ നിക്കട്ടെ. പണ്ട് മൂപ്പര് ഈ കടപ്പാടൊക്കെ വിൽക്കാൻ പോത്രേ. ഈ വീടില്ല. ആ മെസ്സിനെ കാണാൻ പോത്രേ ഈ വീട് വെച്ചിട്ട്. എന്തിനാ ആധാരം മേടിക്കണേ? ഞാൻ കള്ളു കുടിച്ചതും അല്ലെങ്കിൽ ചീട്ട് കളിച്ചിട്ടും കായ് കളയല്ല. ഞാൻ ഒരു ടിക്കറ്റ് എടുത്ത് മെസ്സിനെ കാണാനാണ്. അതിന് ബഹുമാനം 5 റുപ്യക്ക് 10 റുപ്യക്ക് കിട്ടൂല ടിക്കറ്റ്. കിട്ടുവോ? 5 റുപ്യ 10 റുപ്യക്കോ? എന്താ ഇവിടെ കളിക്കണ ടൂർണമെന്റോ? അന്നാ ഞാൻ പറഞ്ഞത്. ഈ തൽക്കാലം അന്റെ ഒരു കിഡ്നി കണ്ടി പറ്റോ? ഇന്ന് എടുത്തോ ടിക്കറ്റ്. കിഡ്നി വെച്ച് ടിക്കറ്റിന് പറ്റാലോ? അനക്കിനി എന്ത് പറ്റാനാണ്ടോ ഈ ദുനിയാവില്? കിഡ്നി വെച്ചാ കിഡ്നി കിഡ്നി അല്ല. മെസ്സി എന്റെ മോനെ കാണാൻ വേണ്ടിട്ട് എന്റെ ഹൃദയം പറയാൻ കൊടുക്കും. അത് നോക്കി അന്നെ തന്നെ വിറ്റാള്. ഞാൻ വിൽക്കോ? അവക്ക് അല്ലാന്ന് പറമ്പ് പണയം വെച്ചിട്ട് മെസ്സിനെ കാണാൻ പോണോയി. എനിക്കൊന്നും പറയാനില്ല. എന്നാ പറയണ്ട. ഇതവിടെ കൊണ്ടേക്ക്. ഈ ആധാരം കൊണ്ടേക്ക്. ഓൻ കാണാത്ത എവിടെയെങ്കിലും കൊണ്ട് വെക്ക്. ആധാരാണ്. അല്ല ചങ്ങായി, അനക്കിത് എന്തിന്റെ കേടാ? ഇവിടെ ഉള്ളവർക്കൊക്കെ വിവരമില്ലേറ്റാൻ വിചാരിക്കുക. അനക്ക് കുറച്ച് വിവരം വിദ്യാഭ്യാസമൊക്കെ ഇല്ലേ? ഒരു സൂസും ഇട്ട് ഒരു പന്തും തട്ടി ഇങ്ങനെ നടക്കുകയാണ്. നല്ല ആരോഗ്യമില്ല എനിക്ക്. ആ അർജന്റീന എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടാ എനിക്ക്? ഇവിടെ ഉള്ളവരെ കുട്ടിച്ചോറാക്ക. എന്തിനാ ഇങ്ങോട്ട് വരുന്ന മോനെ? ഇത് നമ്മളെ പുതിയ പ്രാക്ടീസ് റോഡിൽ കൊണ്ട് നടക്കാൻ വേണ്ടിയുള്ള. അതിന്റെ ഇടയ്ക്ക് ഫ്ലെക്സ് കൊണ്ട് വെച്ച്. എടാ ഇത് മെമ്പറല്ലേ? ഇത് മെമ്പർ സുഖത്തിന് ഇത്രയ്ക്ക് പവറാ? എന്തൊക്കെ പറഞ്ഞാലും മെസ്സിയൊക്കെ നമ്മുടെ നാട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞു പവറായില്ലേ? നമ്മുടെ നാടിന്റെ ഗതി തന്നെ മാറില്ല. നീ അവിടെ നിൽക്ക്, ഞാൻ ഫോട്ടോ എടുക്കണതിന്റെ. എന്നെ മെസ്സിനെ മാത്രം എടുത്താ ചേട്ടാ, മെമ്പറിനെ കട്ടി. ഇങ്ങനെയാണ് മെമ്പർക്ക് അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യേണ്ട വരും കേട്ടാ. സംഭവം കാണാ. ഒരു സെൽഫി കൂടി എടുക്കട്ടെ നിനക്ക്. ഞാൻ എന്നെ കൂടെ ചേർത്താ. ഇങ്ങോട്ട് വാ. തല കണ്ട എന്തായാലും ഉഷാറായി മോനെ. മെസ്സിയൊക്കെ വന്ന് നമ്മളെ നാട് മാറും കേട്ടോ. അത് പൊളിക്കും. എന്തായാലും സുഗത മെമ്പർ ഒരു പവറേ. എന്റെ പൊന്നെ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ. റോഡൊക്കെ എങ്ങനെ കിടക്കണ കണ്ടപ്പോഴേ പൊളിച്ച്. ഇനിയിപ്പോ റോഡൊക്കെ മാറും. അതെ. വാ, ടീമില് ഗ്രൂപ്പിലിടണം. വാ. ഇതിപ്പോ ചില ആൾക്കാർ ചോദിക്കാണ്, ഒരു മെസ്സി ഇപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ നാടിന് എന്താ ഗുണമെന്ന്. പുള്ളിക്കാരൻ പറഞ്ഞല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങള്. മെസ്സി എവിടേക്കാ വരുന്നേ? നമ്മുടെ നാട്ടിലേക്കാണ് വരുന്നേ. അതാലോചിക്കണ്ടേ? വികസനം ഭയങ്കര വികസനമായിരിക്കണം. വികസനത്തിന്റെ മാത്രം പോട്ടെ, അദ്ദേഹത്തിനൊന്ന് നമ്മള് നേരിട്ടൊന്നും ഇങ്ങനെ കാണുമ്പോ അതിന്റെ ഒരു പ്രകാശം ഇവിടെ കിട്ടിയാവുന്ന ആലോചിച്ച് നോക്കി. പൊളിയായിരിക്കും. സത്യത്തില് നമ്മള് പിരിച്ചുണ്ടാക്കുന്ന കാര്യമൊക്കെ ഓങ്ങുണ്ടോ?
അത് കൊണ്ടുപോട്ടെ വരുമല്ലോ. പക്ഷെ അതിനുള്ള മുതലുണ്ടതേ. ആ ഉണ്ട്, അത് നമ്മള് മനസ്സിലാക്കണ്ടേ. ആ ഉണ്ണേ, നമ്മളേ മെസ്സിയുടെ വരവോടുകൂടെ നമ്മുടെ നാട്ടില് എന്ത് പറ്റി? എന്താ പറയണേ? എന്താണ്? എന്നാലും ഒരു ചതിച്ചല്ലോ. ആര്? ആരീന്ന ഞാൻ 2 അടിച്ചിട്ട് പറ്റേ പറയണോ എങ്ങായി? എന്താ കാര്യം പറയും. സംഭവം നടത്തിട്ട് എന്തിനും ആരാ മരിച്ച്? വരൂല. ആര് വരൂല? ആരാ എങ്ങായി? മെസ്സി വരൂലാന്ന്. മെസ്സി വരൂലാന്ന്. കൊണ്ടുപോയത് നീയേ ചാപ്പ, കൊല്ലിച്ചത് നീയേ ചാപ്പ. മെസ്സി നീ ഒരു ചാപ്പനായല്ലോടാ. ഓ ഞാനൊന്നും കണ്ടില്ലല്ലോ, ഞാനൊന്നും കേട്ടില്ലല്ലോ, കണ്ണൊന്നു തുറക്കണ നേരം കാണാതായല്ലോ, പൊന്നെ കാണാതായല്ലോ. എന്താ ചെയ്യണ? അവനാ കൊടി എടുത്തു കൊടുത്ത്. ബാപ്പാനെ കണ്ട് പഠിക്കല്ലേ മോനെ, അത് അവിടെ ഇരുന്നോട്ടെ. നീ കരച്ചില് നിർത്ത, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എനിക്ക് മെസ്സിനെ കാണണം. പോയാ നീ ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, അയാള് വരണില്ല. കാര്യങ്ങൾ പറയണ മനസ്സിലാക്ക്. വെള്ളം വല്ലതും കൊടുക്ക്, ഭക്ഷണം വല്ലതും കഴിച്ചാ? അതൊന്നും എത്ര സാഹിബന്മാരും ഇവിടെ കടല് കാണാൻ വരട്ട് വെറുതെ കാറ്റുള്ളവരെങ്കിലും അവർക്കൊന്നിങ്ങനെ വളർന്നുകൂടെ കാണാനുള്ള ബുദ്ധിമുട്ടല്ലേ ഈ പറയണത്. ഇപ്പൊ മെസ്സി ഇവിടെ വന്നിട്ട് എന്താ കാര്യം നിനക്ക്? ഇപ്പൊ ഇവിടത്തെ ആളുകൾക്ക് എന്താ ഒരു കാര്യം? എന്താ ഈ പറയണ? മെസ്സിയൊക്കെ അവിടെ വന്ന ഇവിടുത്തെ കുട്ടികൾക്കൊരു എനർജിയാണ്, അത് മനസ്സിലാക്കി. എന്റെ ആലോചിച്ചൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഈ നാട്ടിൽ മൊത്തം ഫുട്ബോൾ കളിച്ച് ഓടിച്ചാടി കളിച്ചോറാ ഞാൻ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പം മാഷ് പറഞ്ഞു കോളേജിൽ നിന്ന് പോണ്ട, സ്പോർട്സ് സ്കൂളിൽ പോയിക്കോന്നു. വീട്ടില് വെക്കാനും തിന്നാനും ഒന്നുമില്ല. എന്ത് സ്പോർട്സ് സ്കൂൾ, ഏടാ പോകണ്ട ഒന്നും അറിയില്ല. നേരെ വാർക്കപ്പണിക്ക് പോയി. ഇളയതുണ്ട് 3 പെണ്ണുങ്ങ. ആയിട്ടെങ്കിലും രക്ഷപ്പെട്ടോടർന്ന് ഇപ്പൊ വാർക്കപ്പണി. ചട്ടി സിമെന്റ് അടിച്ച് എറിഞ്ഞു കൊടുക്കുമ്പോ ഇപ്പൊ ഫുട്ബോളാന്ന് ചോട്ടുന്ന ഞാൻ വിചാരിക്കല്. അങ്ങനെ മേടിച്ചു വെക്കല്. അതുകൊണ്ട് എന്താ ഉണ്ണി കുടുംബം പട്ടിണി ഇല്ലാതെ പോണില്ലേ? അതുണ്ട്. ഒരു പണിക്കും പോകാതിരിക്കണില്ലല്ലോ. ഇവനെ പോലത്തെ ഉള്ള പാവം മെസ്സി വട്ടിയെടുക്കുക കാര്യം പറഞ്ഞു. എന്റെ ഭാര്യ 1200 രൂപ കൂലിയല്ലേ വാങ്ങണേ മെസ്സി. പോയാനെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും കൂടി പറഞ്ഞു ഓർപ്പിച്ചിട്ട് എന്താണ് നിനക്കിപ്പോ? എന്താണ് നിന്റെ ആഗ്രഹം? കൂടെ നിന്നൊരു ഫോട്ടോ മന്മത ഒരു ഫോട്ടോ എടുത്തു കൊടുത്ത് മെസ്സിയുടെ കൂടെ. ഒറ്റക്കല്ല, അതിപ്പോ ഞാനൊരു ശരിയായി തരാം. അത്രയല്ലേ വേണ്ടു. അതെ ഉണ്ണി, ഒന്ന് കെട്ടിപ്പിടിച്ച് പിടിച്ചു നിൽക്കുക. എന്റെ കോയ ഒന്ന് പറയുന്ന കേക്ക്. ആ ഫോട്ടോ വെച്ചേ. ഞാൻ വിളിക്കാം, അതൊന്നും എനിക്ക് വിളിക്കണ്ട. 3 മെസ്സി വേണ്ടല്ലോ. ഇനി വിളിക്കണ്ടാണ്. ഒന്ന് എണീറ്റ് ഇപ്പൊ ശരിയാക്കി തരാം. ചിരിക്ക്. കരഞ്ഞോണ്ട് ചിരിക്കാനല്ല, ചിരിച്ചോണ്ട് ചിരിക്ക്. കിട്ടിയാ സമാധാനമുണ്ട്. പടകുട്ടി ഇങ്ങോട്ട് വായോ, പടമേച്ചി കുട്ടി ഇങ്ങോട്ട് വന്നേ. തലവേന നോക്കിയേ, പടമേച്ചി കുട്ടി തലവേന നോക്കിയേ. വായോ, ഇതും കൂടിയുള്ള എനിക്കൊരു വിശ്വാസം. അതിനെ കൂടി നശിപ്പിക്കല്ലേ നീ. എവിടെയെങ്കിലും നടന്ന് വളർന്നോട്ടെ അത്. ഇതുള്ള കാണിച്ചു കാണിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്?
ഇതെവിടുന്ന് കിട്ടി ഇതെവിടുന്ന് കിട്ടി ഇതെവിടുന്ന് കിട്ടി എന്റെ മോന്റെ കൂടെയുള്ള ഇത് ടെക്നോളജിയിലൂടെ എടുത്തതാണ് പോയ ഇനിയിപ്പോ കിഡ്നി ഒന്നും നിൽക്കണ്ട. ഒരു കൂട്ടരുടെ കൂടെ ഞാൻ നിക്കാണ്. ഇനി കരയണ എന്തിനാ? ഇനിയിപ്പോ എന്റെ ഒപ്പ് ഇവിടുന്ന് കിട്ടാ. എന്തായി നോർമലായ? ഏറെ ഉളുപ്പില്ലാത്ത ചങ്ങായി എഞ്ചല്ലേ പറഞ്ഞു എന്റെ മെസ്സിനെ ഇവിടെ കൊണ്ടുവന്ന് എന്നിട്ട് എവിടെ പോയി കിടക്കരുത്. മെസ്സി വരില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. മെസ്സി വരും. നിന്റെ വിഷമം മനസ്സിലാക്കിയിട്ട് ഞാൻ അർജന്റീന ടീമിന് ഫോൺ ചെയ്തു. അപ്പൊ അവര് പറഞ്ഞ് ലോകകപ്പിന് മുമ്പ് മെസ്സി അടക്കം അർജന്റീന ടീം കേരളത്തിൽ വന്ന് കളിക്കാന്ന്. അടുത്ത ലോകകപ്പിന് ലോകാവസാനത്തിന് മുമ്പ് കൂടി എനിക്ക് മെസ്സിനെ കൊണ്ടുവരാൻ പറ്റൂല. പറ്റും, ഉറപ്പ്. ഞാനിപ്പോ എന്താ വേണ്ട? എന്റെ കിഡ്നി വിൽക്കണോ വേണ്ടേ? പറയണോ ചച്ചാ? എനിക്ക് ഞാൻ കൊല്ലു. ഒന്ന് വെയിറ്റ് ചെയ്യും. എന്ത് പറഞ്ഞാലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ഒരു നാട്ടിലുള്ള പുറത്തോലെ ഞാൻ ജനിച്ചത്. എന്നാലും ഇനിതാനേ അത് കാണ്ടാം തുണ വേണ്ട തിരിവേണ്ട തണൽ വേണ്ട ദൂരം വളരെ എന്നാലും ഇനിതാനേ അത് കാണ്ടാം തുണ വേണ്ട തിരിവേണ്ട തണൽ വേണ്ട ദൂരം വളരെ എന്നാലും ഇനിതാനേ അത് കാണ്ടാം